ഹലോ, ഗുഡ് ഈവനിങ് എവരി വൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ റഹ്മത്ത്, വിൻബിൾ അക്കാദമി കൗൺസിലറാണ്. വിൻബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഫ്രീ വെബിനാറിന്റെ മറ്റൊരു ചാപ്റ്ററിലോട്ട് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ദിനേന എന്നോണം നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വെബിനാറുകൾ നടത്തി വരുന്നു. ഇതിലൂടെയൊക്കെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അറിവുകൾ നമ്മളിലേക്ക് എത്തുന്നുണ്ട് അല്ലെ. ഇത്തരത്തിൽ നമുക്ക് കിട്ടുന്ന അറിവുകളൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലേക്ക് അത് ആവശ്യമായി കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം. അവരുടെയൊക്കെ ജീവിതത്തിലും നമുക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കണം. നമ്മൾ പലപ്പോഴും ഒരുപാട് അറിവുകൾ നേടിക്കൊണ്ട് നമുക്ക് ഒരുപാട് അറിവുകൾ ലഭിക്കട്ടെ എന്നിട്ട് തുടങ്ങാം എന്നുള്ള ഒരു ചിന്തയിലൊക്കെ പോവാറുണ്ട്. എന്നാൽ അതിനേക്കാൾ അപ്പുറം കിട്ടുന്ന അറിവുകൾ നമ്മുടെ ലൈഫിലും മറ്റുള്ളവർക്ക് ആവശ്യമുള്ളവർക്കും എത്തിക്കാൻ ശ്രമിക്കാം. നമ്മുടെ അറിവുകളൊക്കെ പകർന്നുകൊണ്ടേയിരിക്കാം. വിൻബിൾ അക്കാദമിയിലൂടെ നമ്മുടെ ഈ ഒരു ഫ്രീ വെബിനാറിന്റെ സെഷനുകളിലൂടെയും അല്ലാതെ വർക്ക്ഷോപ്പുകളായിട്ടുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അറിവുകളാണ് നമ്മൾ ഇവിടെ പകർന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ആവശ്യാനുസരണം യൂസ് ചെയ്യാവുന്നതാണ്. സോ അത്തരത്തിൽ നമ്മൾ ഇന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അതായത് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, മൈൻഡ്ഫുൾനെസ് ഫോർ ഫാമിലി സിസ്റ്റംസ് എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ഈ തിരക്ക് പിടിച്ച ലൈഫില്, നമ്മുടെ ഫാമിലി ലൈഫിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് മൈൻഡ്ഫുൾനെസ് ഇല്ലാത്ത ഒരു പ്രോബ്ലം കോമൺ ആയിട്ടുള്ളതാണ്. സോ അത്തരത്തിൽ നമ്മുടെ ഇമോഷൻ റെഗുലേഷൻസിലും നമ്മുടെ ഫാമിലി കണക്ഷൻസിലും നമ്മുടെ ഇന്ററാക്ഷൻസിലും ഒക്കെ എങ്ങനെ മൈൻഡ്ഫുൾ ആയിട്ട് ഫാമിലി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ സുപരിചിതയായിട്ടുള്ള സ്നേഹ മേം ആണ്. മേം ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, അഡോളസെന്റ് കൗൺസിലർ ആണ്. നമുക്കറിയാം, വിൻബിൾ അക്കാദമിയിൽ തന്നെ ചൈൽഡ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് എന്ന വർക്ക്ഷോപ്പ്, അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള തെറാപ്പി സെഷനുകൾ, ഫോൺ തെറാപ്പി, കപ്പിൾ തെറാപ്പി, അതുപോലെ MBCT, ACT തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള തെറാപ്പി സെഷൻസ് മാം നടത്തി വരുന്നുണ്ട്. ഇതിൽ പലരും അതിലുള്ള വർക്ക്ഷോപ്പുകളൊക്കെ അറ്റൻഡ് ചെയ്തവരായി കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാമിന്റെ MBCTയുടെ സെക്കൻഡ് ബാച്ച് December 8 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താണ്. സോ നമ്മുടെ ഈ മനോഹരമായിട്ടുള്ള ടോപ്പിക്കിന് നമ്മൾ ഇവിടെ തുടക്കം കുറിക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്ന എല്ലാവരെയും നമ്മുടെ ഒരു വെബിനാറിലോട്ട് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ സെഷൻ മനോഹരമായി ലീഡ് ചെയ്യുന്നതിന് വേണ്ടി സ്നേഹ മാമിനെ ഏറെ സന്തോഷത്തോടെ വെൽക്കം ചെയ്യുന്നു. മാം, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. താങ്ക് യു റഹ്മത്ത്. താങ്ക് യു. ഗുഡ് ഈവനിങ്. ഓഡിബിൾ ആണല്ലോ അല്ലെ? ഓഡിയബിൾ ആണ്. യെസ് മാം. പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് വരല്ലേ മാം? അതെ അതെ, മ്യൂട്ടില്ലാതെ പറ്റുന്നവരൊക്കെ ഒന്ന് ഓൺ ചെയ്യും. ഓൺ ചെയ്തിരിക്കണേ. ഹരികുമാർ സാർ ഒക്കെയാണ്. സന്തോഷം. പിന്നെ നമുക്ക് ഓൺലൈൻ ആയതുകൊണ്ട് ഒരു ഇന്ററാക്ഷൻ ഒക്കെ എപ്പോഴും കുറവായിരിക്കും. ശരിയാണ്. എന്നാലും പറ്റുന്നവരൊക്കെ ഓൺ ചെയ്യാ, ഇന്ററാക്ട് ചെയ്യാ. കാരണം ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ 1 hour ഉള്ളെങ്കിലും ചിലപ്പോൾ ബോറടിക്കും. നിങ്ങളും പറ്റുന്ന പോലെയൊക്കെ ഇന്ററാക്ട് ചെയ്യാം, ചാറ്റിലായിട്ടോ റിയാക്ഷൻ ആയിട്ടോ. വോയിസ് ഓൺ ആക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? ഓക്കെ. ഓക്കെ. ഇതിൽ ഈ പറഞ്ഞുള്ള നമുക്ക് പരിചയമുള്ള ആൾക്കാരെ കാണുന്നുണ്ട്, പരിചയമില്ലാത്ത ആൾക്കാരെ കാണുന്നുണ്ട്. എന്നാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ് ഫോർ ഫാമിലി സിസ്റ്റം ആണ്. നമ്മൾ പല മൈൻഡ്ഫുൾനെസിന്റെ ക്ലാസ്സുകൾ ഓൾറെഡി കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് തന്നെ പല പ്രാവശ്യം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, അറ്റൻഡ് ചെയ്തവരുണ്ടാവാം. പക്ഷെ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫാമിലി തെറാപ്പി, ഫാമിലി സിസ്റ്റം തെറാപ്പി എന്നുള്ള ഒരു തെറാപ്പി ഉണ്ട്. നമ്മുടെ ഫാമിലി കൗൺസിലിംഗ് ഒക്കെ എപ്പോഴും ആവശ്യം വരുന്ന ഒരു കാര്യമാണ് അല്ലെ, ഫാമിലി തെറാപ്പി. കാരണം ഫാമിലീസിന്റെ ഇടയിൽ പല കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും, പല മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. ഫാമിലിയിൽ ഒരാൾക്ക് മെന്റൽ ഹെൽത്ത് ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു ഹോൾ ഫാമിലിനെ അഫക്ട് ചെയ്യും. ആ ഒരു വ്യക്തിനെ മാത്രമല്ല, ഇത് ചുറ്റും ജീവിക്കുന്ന ആളുകളെയും അത് അഫക്ട് ചെയ്യുന്നതാണ്. അവിടെയൊക്കെ നമുക്ക് ആവശ്യമുള്ള ഒരു തെറാപ്പിയാണ് ഫാമിലി തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ഇന്നത്തെ ഒരു കാലത്ത് നമുക്ക് ഒരു തെറാപ്പി അപ്രോച്ച് വെച്ച് മുന്നോട്ട് പോകാന്നുള്ളത് പോസിബിൾ അല്ല. കാരണം ഓരോ വ്യക്തികളുടെയും നീഡ്സ് ഡിഫറെന്റ് ആണ്, ആവശ്യങ്ങൾ, എന്താ പറയാ, പ്രശ്നങ്ങൾ എല്ലാം വ്യത്യസ്തമായതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പോകാറുള്ളത് ഒരു അസിമുലേറ്റീവ് ഇന്റഗ്രേറ്റീവ് മെത്തേഡ് എന്നാ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കോർ ആയിട്ടുള്ള ഒരു തിയറി ഉണ്ടാവും. ഫാമിലി തെറാപ്പി ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ഫാമിലി തെറാപ്പി ഉണ്ടാവും. പക്ഷെ അതിന്റെ കൂടെ
നമ്മൾ വേണ്ടി വന്നാൽ മറ്റുള്ള തെറാപ്പി ടെക്നിക്കുകളെല്ലാം അതിലോട്ട് ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കും. ഫോർ എക്സാമ്പിൾ അതിനാണ് മൈൻഡ്ഫുൾനെസ്. ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ തെറാപ്പിയുടെ കൂടി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് മൈൻഡ്ഫുൾനെസ്. അത് CBT ആയാലും ഫാമിലി തെറാപ്പി ആയാലും ദെൻ ACT മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് DBT. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിക്ക് കൊടുക്കുന്ന തെറാപ്പിയിലും നമുക്ക് മൈൻഡ്ഫുൾനെസ് ഇൻക്ലൂഡഡ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ തെറാപ്പിയുടെ കൂടിയും ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കുകളാണ് മൈൻഡ്ഫുൾനെസ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഒരു ഫാമിലി തെറാപ്പിയിലോട്ട് നമുക്ക് അത് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം, അത് ഏതൊരു ഏരിയയിലാണ് നമുക്കത് യൂസ്ഫുൾ ആവാന്നുള്ളത്. ഇവിടെ അറിയാവോ? മൈൻഡ്ഫുൾനെസ് അറിയുന്ന ആൾക്കാരുണ്ടാവും. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ജസ്റ്റ് നിങ്ങൾക്കുള്ള അറിവ്. അയ്യോ, പ്രസന്റേഷൻ വന്നില്ല. ഇപ്പൊ വന്നല്ലോ അല്ലെ? ഇപ്പൊ പ്രസന്റേഷൻ കാണുന്നുണ്ടോ? യെസ്, കാണാം. ഓക്കെ. അപ്പോ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം എന്താ? എനിക്ക് തോന്നുന്നു ഒരുവിധം ഇപ്പൊ ഇത് കുറച്ച് പോപ്പുലർ ആയിട്ട് നമുക്ക് കുറെ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും. പ്രസന്റിൽ ജീവിക്കുക, ആ മൊമെന്റിലായിരിക്കുക. ഇതില് പറയുന്ന പോലെ തന്നെ ഫോക്കസ് ചെയ്യാം, ഒരു ഫ്ലോ സ്റ്റേറ്റ് ഉണ്ടാക്കുക. യെസ്, ഫ്ലോ സ്റ്റേറ്റ് ഉണ്ടാക്കാം. യെസ്, മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോഴേക്കും ഈ പറഞ്ഞ തന്നെയാണ്. മൈൻഡ്ഫുൾ ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ പ്രസന്റ് മൊമെന്റിനെ പറ്റി ഒരു അവയർനെസ് ഉണ്ടാവാം നമുക്ക്. അപ്പൊ നമ്മൾ ശരിക്കും നമുക്കിപ്പോ അറിയാലോ നമ്മൾ എന്ത് ലൈഫാ പോകുന്നത് എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ അറിയാന്നുണ്ടെങ്കിലും നമ്മൾ ഭയങ്കര ജഡ്ജ്മെന്റിലായിരിക്കും. നമ്മുടെ തോട്ട്സ്, ഇമോഷൻസ്, നമുക്ക് ഉണ്ടാവുന്ന സെൻസേഷൻ, ഇതിനെയൊക്കെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ മൈൻഡ്ഫുൾനെസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു സ്റ്റേറ്റിലാണെങ്കിൽ നമ്മൾ ഒന്നിനെയും ജഡ്ജ് ചെയ്യാൻ നിൽക്കില്ല. ഭയങ്കര നോൺ ജഡ്ജ്മെന്റൽ ആയിരിക്കും. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ കോൺസിക്വൻസസോ ഒന്നും ആലോചിച്ച് വറി ചെയ്ത്, ഫ്യൂച്ചറോ പാസ്റ്റോ ഒന്നും നമ്മൾ ആലോചിച്ച് വറി ചെയ്യുന്നില്ല. തോട്ട് വരുന്നു, അത് അതേപോലെ പോകുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പൊ തോട്ട്സിനെയും ഇമോഷനെയും സെൻസേഷനെയും ഒക്കെ നമ്മൾ ഒരു നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. മെയിനായിട്ടും നമ്മുടെ ഒരു ഇന്ത്യൻ ട്രഡീഷന്റെ ഭാഗം തന്നെയാണ് മൈൻഡ്ഫുൾനെസ്. നമുക്കറിയാമല്ലോ, നമ്മൾ കുറെ കാലങ്ങളായിട്ട് വെസ്റ്റേൺ സൈക്കോളജി ഉപയോഗിച്ച് വരുമ്പോൾ നമ്മുടെ ഒരു കൾച്ചറിൽ പലയിടത്തും അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത്രയും അങ്ങോട്ട് അഡാപ്റ്റബിൾ ആവുന്നില്ല ചില കണ്ടീഷൻസിൽ. അപ്പോഴാണ് നമ്മളൊരു ഇന്ത്യൻ സൈക്കോളജി എന്നുള്ള ഒരു വേർഷൻ വരുന്നത്. ഇന്ത്യൻ സൈക്കോളജിയുടെ ഭാഗമായിട്ട് നമ്മുടെ മെഡിറ്റേഷൻ പ്രാക്ടീസിന്റെ ഒക്കെ ഭാഗമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു ടെക്നിക്കാണ് മൈൻഡ്ഫുൾനെസ്. ഇവിടെ നമ്മൾ എപ്പോഴും റിയാക്ട് ചെയ്യാന്നുള്ളതിനപ്പുറത്തേക്ക് റെസ്പോണ്ട് ചെയ്യാന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ മൈൻഡ്ഫുൾനെസ് ഉണ്ടെങ്കിൽ എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അറ്റൻഷൻ ഉണ്ടാവും. നമുക്ക് നമ്മുടെ ഇമോഷനെ പറ്റി ഒരു അവയർനെസ് ഉണ്ടാവും. നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവും. എന്തൊരു കാര്യം വന്നാലും അത് അക്സെപ്റ്റ് ചെയ്യാം. നമ്മൾ പറയില്ലേ, ലൈഫ് ആകുമ്പോൾ നല്ലതും ഉണ്ടാവും, മോശ അനുഭവങ്ങൾ ഉണ്ടാവും. എപ്പോഴും നല്ലത് മാത്രം നമുക്ക് എന്താ ഉണ്ടാവുള്ളൂ എന്ന് പ്രതീക്ഷിച്ച് പോകാൻ പറ്റില്ല. അപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് അതിനെ അതേപോലെ അക്സെപ്റ്റ് ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാനും നമുക്ക് പറ്റും. നമ്മൾ നോൺ ജഡ്ജ്മെന്റൽ ആയിരിക്കും. നമുക്ക് നമ്മുടെ ബോഡിയിലെ ഓരോ സെൻസേഷനെയും അല്ലെങ്കിൽ ബോഡിയിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങളെ അവയർനെസ് ഉണ്ടാവും. അല്ലെ, നമ്മുടെ ഒരു പ്രസൻസ്, നമുക്ക് ഓരോ കാര്യത്തിന് പ്രസൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്ട്രെസ് കുറയും, ആൻസൈറ്റി കുറയും, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാൻ പറ്റും, ആളുകൾക്കിടയിൽ എമ്പതി കൊണ്ടുവരും, നമുക്ക് നല്ലൊരു ക്ലാരിറ്റി കൊണ്ടുവരും. പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ഓവറോൾ വെൽബീയിങ്ങിലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മൈൻഡ്ഫുൾനെസ്. ഞാൻ ഒരുപാട് മൈൻഡ്ഫുൾനെസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ബേസിക് ആയിട്ട് ഇത്രയേ ഉള്ളൂ. നമുക്ക് നമ്മുടെ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യുക. പാസ്റ്റിനെ പറ്റിയുള്ള വറീസ് ഇല്ല, ഫ്യൂച്ചറിനെ പറ്റിയുള്ള വറീസ് ഇല്ല. ഇപ്പോൾ എന്താണോ ഉള്ളത് അതിനെ ഇങ്ങനെ ബെറ്റർ ആക്കാൻ പറ്റും, അതിൽ കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ആയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിലെ ഒരു ഓവറോൾ വെൽബീയിങ്ങിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് മൈൻഡ്ഫുൾനെസ് നമ്മളെ സഹായിക്കും. ടെക്നിക്സ് നമുക്ക് എന്തിലോട്ട് പറയാം. ദെൻ പിന്നെ വരുന്ന തെറാപ്പിയാണ് ഫാമിലി സിസ്റ്റം തെറാപ്പി. കേട്ടിട്ടുണ്ടോ? ഈ തെറാപ്പി ടെക്നിക്ക് കേട്ടിട്ടുണ്ടോ? ഈ പേര് കേട്ടിട്ടുണ്ടോ? ഫാമിലി സിസ്റ്റം തെറാപ്പി തരൊന്നുമില്ല, ഫാമിലി തെറാപ്പിയാണ്. നമ്മൾ പറയുമ്പോൾ നമ്മൾ ഓരോ സിസ്റ്റം എന്നുള്ള ഒരു കാഴ്ചപ്പാടില്ല കേട്ടോ. ബ്രോൺഫ്രെൻബറിന്റെ തിയറി ഉണ്ടല്ലോ, എക്കോളജിക്കൽ സിസ്റ്റം തിയറി, അതുപോലെ നമുക്കെല്ലാം ഓരോ സിസ്റ്റംസ് ഉണ്ട്.
ഫാമിലി, നമ്മുടെ സറൗണ്ടിങ്, അല്ലെ, മൈക്രോ മാക്രോ സിസ്റ്റംസ് ഉണ്ട്. അപ്പൊ അതിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഫാമിലി ഒരു ഇന്റർ കണക്റ്റഡ് സിസ്റ്റം ആയിട്ടാണ് നമ്മൾ എപ്പോഴും കണക്കാക്കുക. അതായത് ഇവിടെ ഒരാൾക്കൊരു പ്രശ്നം വന്നാലും അത് ആ വീട്ടിലെ എല്ലാവരുടെ അല്ലെങ്കിൽ ആ ഫാമിലിയിലുള്ള എല്ലാവരെയും എഫക്ട് ചെയ്യുന്നതാണ്. ആ ഒരു പാറ്റേൺ നമുക്ക് അവിടെ മനസ്സിലാക്കണം എന്നുള്ളത്. അപ്പൊ പ്രോബ്ലംസിനെ നമ്മൾ എപ്പോഴും ഒരു പാറ്റേൺ ആയിട്ടാണ് കാണുന്നത്, അല്ലാതെ ഒരു വ്യക്തിയുടെ ഫെയിലിയർ ആയിട്ടോ അത് ആ വ്യക്തിയുടെ പ്രശ്നമായിട്ടല്ല കാണുന്നത്. അത് ആ ഫാമിലിയുടെ ഉള്ളിൽ നടക്കുന്ന എന്തെങ്കിലും പാറ്റേൺ ആയിരിക്കും. ഫാമിലി തെറാപ്പി എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് ഫാമിലിക്ക് ഇടയിലുള്ള ആ ഫാമിലി മെമ്പേഴ്സിന് ഇടയിലുള്ള റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ, അവരുടെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാൻ, പിന്നെ ഫാമിലി ഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പല ഇഷ്യൂസും നമ്മൾ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ കാണുന്നത് ഈ ഫാമിലി ഡൈനാമിക്സ് പ്രോപ്പർ ആയിരിക്കില്ല. അവരുടെ ഇന്ററാക്ഷൻ, അവർ ജീവിച്ചു പോകുന്ന ഒരു രീതി, അവരുടെ ഒരു പാറ്റേൺ, ദെൻ മെന്റൽ ഹെൽത്ത്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് അവിടെ ഉണ്ടാവും. അത്തരം കാര്യങ്ങളെയൊക്കെ മാനേജ് ചെയ്യാം. ഒരു യൂണിറ്റ് ആയിട്ടാണ് ഫാമിലി പ്രവർത്തിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ ഒരാൾക്ക് ഒരു ഇഷ്യൂ വന്നത് അത് അവരുടെ ഒരു ഇഷ്യൂ ആണ്, ബാക്കിയുള്ളവരെ ബാധിക്കുന്നില്ല എന്നുള്ളതല്ല. നമ്മൾ എല്ലാവരും ഒരേപോലെ അഫക്ട് ചെയ്യും. അത് ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ. പലപ്പോഴും കൗൺസിലിങ്ങിന് വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചിലപ്പോൾ കുട്ടികളിലൊക്കെ പ്രശ്നമായിട്ട് വരുമ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവും, ചില സമയത്ത് അച്ഛന്മാരെ സഹകരിക്കില്ല. പക്ഷെ അവിടെ പ്രശ്നമാണ്, ആ ഒരു കൗൺസിലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അമ്മ മാത്രം എഫേർട്ട് എടുത്തിട്ട് കാര്യമില്ല. അവിടെ അച്ഛൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടെ വരണം. അവർ 3 പേര് ചേരുന്ന ഒരു യൂണിറ്റ് ആയിട്ട് അത് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് അവിടുത്തെ ഫങ്ഷനിങ് ബെറ്റർ ആവുള്ളൂ. അല്ലാതെ ഒരു സൈഡിൽ നിന്നുള്ള ഒരു എഫേർട്ടും കൊണ്ട് അവിടെ കാര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ആ ഒരു പ്രോബ്ലത്തെ എപ്പോഴും ഒരു പാറ്റേൺ ആയിട്ടും അത് ഒരാളുടെ ഫെയിലിയർ ആയിട്ട് കാണാതെ അത് എങ്ങനെ മാനേജ് ചെയ്യാം എന്നൊരു രീതിയിലോട്ടാണ് ഫാമിലി സിസ്റ്റം തെറാപ്പി എപ്പോഴും ഫോക്കസ് ചെയ്യാറുള്ളത്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇപ്പൊ ഈ പറഞ്ഞു തന്നെയാണ്, കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കും, അൺഹെൽത്തി ആയിട്ടുള്ള ഇന്ററാക്ഷൻ പാറ്റേൺ. ഫോർ എക്സാമ്പിൾ, ഒരേ കാര്യം തന്നെ നമ്മൾ പല രീതിയിൽ പറയാറുണ്ടെന്ന് പറയാം. ഒരേ കാര്യം നമ്മുടെ ആവശ്യങ്ങളായിരിക്കാം, അത് നമുക്ക് പല ടോണിൽ പല രീതിയിലൊക്കെ പറയാം. ആ ഒരു ഇന്ററാക്ഷൻ പാറ്റേണിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് പ്രശ്നം ഉണ്ടാവാം. ഇമോഷണൽ കണക്ഷൻ ഇല്ലായ്മ ഒരു പ്രശ്നമാവാം. ദെൻ ബൗണ്ടറി ഇല്ലായ്മ, ഫാമിലി ഇഷ്യൂസിലൊക്കെ പലപ്പോഴും വരുന്ന ഒരു കാര്യമാണ്. ബൗണ്ടറി ഉണ്ടാവില്ല അവിടെ. ഓരോരുത്തരുമായിട്ട് എങ്ങനെ ബൗണ്ടറി കീപ്പ് ചെയ്യണം, ദെൻ മദറിലോ ഫാദറിലോ, ദെൻ സ്വന്തം അച്ഛനും അമ്മയായിട്ട്, അല്ലെങ്കിൽ സിസ്റ്റർ ബ്രദർ ഫ്രണ്ട്സ് ആയിട്ട് ഓരോരുത്തരുടെ റോള്, എന്നാൽ ഹസ്ബൻഡ് വൈഫിന്റെ ഇടയിലുള്ള ബൗണ്ടറീസ്, ഇതൊന്നും പ്രോപ്പർ ആയിട്ട് അറിയുന്നുണ്ടാവില്ല. അത്തരം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് പ്രോബ്ലം സോൾവിങ്. ഒന്നിച്ച് ആസ് എ ഫാമിലി പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. എന്തുകൊണ്ട് മൈൻഡ്ഫുൾനെസ് ഫാമിലി തെറാപ്പിയിലേക്ക് യൂസ് ചെയ്യണു എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ പലപ്പോഴും ഒരു ഫാമിലിയിൽ നടക്കുന്ന ഒരു പ്രശ്നം ഇമ്പൾസീവ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ പെട്ടെന്നൊന്ന് റിയാക്ട് ചെയ്യും, ഒന്ന് ആലോചിക്കാതെ. മറ്റേ സൈഡിൽ ഉള്ള ഇമോഷൻസ്, അവരുടെ സിറ്റുവേഷൻ, കണ്ടീഷൻ ഒന്നും മനസ്സിലാക്കാതെ പെട്ടെന്നുള്ള റിയാക്ഷൻസ് ആണ് പലപ്പോഴും ഫാമിലിയിൽ ഇഷ്യൂ ഉണ്ടാക്കുക. അത് കപ്പിൾസിന്റെ ഇടയിലായിക്കോട്ടെ, അല്ലാത്ത ബാക്കി മെമ്പേഴ്സിന്റെ ഇടയിലായിക്കോട്ടെ, കുട്ടികളുടെ ഇഷ്യൂസിലായിക്കോട്ടെ, പാരന്റിങ് ഇഷ്യൂസിലായിക്കോട്ടെ, അവിടെയൊക്കെ നടക്കുന്ന ഒരു പ്രശ്നമാണ് ഇമ്പൾസീവ് ആയിട്ട് പെരുമാറാൻ. പെട്ടെന്ന് മനസ്സിലെന്ത് തോന്നി അതിനനുസരിച്ച് റിയാക്ട് ചെയ്തു എന്നുള്ളത്. ആ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യിക്കാൻ സഹായിക്കും. പിന്നെ നമ്മളെ സഹായിക്കുന്നത് ബ്ലെയിമിങ് ആണ്. രണ്ടാമത്തെ പ്രശ്നം വരുന്ന ബ്ലെയിമിങ് ആണ്. എല്ലാ കുറ്റവും മറ്റൊരാളുടെ മേലെ നമ്മൾ പറയില്ലേ, അവരാണ് ഞാൻ ചെയ്തത്, ഇവര് ചെയ്തു, ഇവര് ചെയ്യാത്തതുകൊണ്ടാണ്, ഇവര് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബ്ലെയിമിങ് ആണ് പിന്നെ വരുന്ന ഒരു ഇഷ്യൂ. അത് കുറയ്ക്കാം. ആ ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മളൊരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോകുന്നതായിരിക്കും, പക്ഷെ ഇത് കേൾക്കുന്ന ഒരാളെ അത് എത്രത്തോളം ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്, ആ ഒരു പാറ്റേൺ എന്താന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. അപ്പൊ പാറ്റേൺസ് മനസ്സിലാക്കുക, പരസ്പരം ബ്ലെയിം ചെയ്യാതെ അവിടെ എന്താണ് നടന്നത് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. പിന്നെ ഇമോഷണൽ റെഗുലേഷൻ, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും ലിസണിങ് ബെറ്റർ ആക്കാനും എമ്പതിയോട് പെരുമാറാനും ഹെൽത്തി ഇന്ററാക്ഷൻ കൊണ്ടുവരാനായിട്ട് സഹായിക്കും. ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് നടക്കും ചോദിച്ചാൽ ഇല്ല, ഒരാഴ്ച കൊണ്ട് നടക്കുമെന്ന് വിചാരിച്ചാലും ഇല്ല. നമ്മൾ മൈൻഡ്ഫുൾനെസ് പറഞ്ഞ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് പോലെ തന്നെയാണ്. മെഡിറ്റേഷൻ ടെക്നിക്ക് ഉണ്ട്, അല്ലാത്ത ടെക്നിക്കുകളുണ്ട്. പക്ഷെ എല്ലാ ടെക്നിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. നമ്മൾ ഈ പറയുന്ന കൗൺസിലിങ്ങിന്റെ ഒപ്പം തന്നെ, അല്ലെങ്കിൽ ഫാമിലി തെറാപ്പിയുടെ ടെക്നിക്കുകളുടെ ഒപ്പം തന്നെ നമ്മൾ മൈൻഡ്ഫുൾനെസ് ടെക്നിക്സ് ദിവസങ്ങളെടുത്ത് എല്ലാവരും ഒരേപോലെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളിത് കൺട്രോളിലോട്ട് വരും. നമ്മുടെ ഇമോഷൻസ് ആയാലും നമ്മുടെ ഇമ്പൾസീവ് ആക്ഷൻസ് ആയാലും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ ഇതുവരെ?
Yes, yes. ഓക്കെ ഓക്കെ. ഇനി കുറച്ച് ടെക്നിക്സ് പറയാം. നമുക്കറിയാലോ, ഒരു തെറാപ്പി ഒരു ക്ലാസ് കൊണ്ട് എന്തായാലും തീരില്ല. ഒരു ക്ലാസ് അല്ല, ചിലപ്പോൾ ഒരാഴ്ച എടുത്താലും തീരില്ല. അത്രയധികം ടെക്നിക്കലും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ബേസിക് ആയിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ വലിയ ഇതിന്റെ ഒരു അടിത്തറ, ഫൗണ്ടേഷൻ ആയിട്ടുള്ള കുറച്ച് ടെക്നിക്ക് ഉണ്ട്. എല്ലാ തെറാപ്പിയിലും തുടക്കത്തിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടെക്നിക്സ്. അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഫാമിലി തെറാപ്പിയില് മൈൻഡ്ഫുൾനെസ്സിലെയും കുറച്ച് ടെക്നിക്സ് ആണ്. ഇപ്പോ ഒരു ഫാമിലി നിങ്ങളുടെ അടുത്ത് കൗൺസിലിംഗ് വരികയാണ്. അതൊരു അച്ഛനും അമ്മയും കുട്ടിയാവാം, അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് വൈഫ് അവരുടെ ഫാമിലി ആയിരിക്കാം. അങ്ങനെയുള്ള ഏത് കേസ് വേണമെങ്കിലും സംഭവിക്കാം. എവിടെയാണെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ജീനോഗ്രാം മാപ്പിംഗ്. ജീനോഗ്രാം കേട്ടിട്ടുണ്ടോ? Yes. യെസ്. ഒന്ന് രണ്ട് പേരും റെസ്പോണ്ട് ചെയ്ത് യെസ് കേട്ടിട്ടുണ്ട്. അപ്പോ ഈ പറഞ്ഞ പോലെ ജീനോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ സൈക്കോളജിയിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ എന്താ ചെയ്യുന്ന, ഫാമിലി ഓരോ മെമ്പേഴ്സിനെ ഓരോ സിമ്പിൾസ് വെച്ച് റെപ്രസെന്റ് ചെയ്യും എന്നുള്ളതാണ്. ഒരു ഫാമിലി ട്രീ എടുക്കുക എന്നുള്ളതാണ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ജീനോഗ്രാം മാപ്പിൽ ചിത്രം വരയ്ക്കുക, അല്ലെങ്കിൽ ആ ഒരു സിമ്പിൾ ഉപയോഗിച്ച് വരയ്ക്കുക എന്നുള്ളത്, ഇപ്പോ സർക്കിൾ സ്ക്വയർ വെച്ച് വരയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, അവിടുത്തെ പാറ്റേൺസ് മനസ്സിലാക്കാം. ഒരു കുട്ടിയുടെ പ്രശ്നമായിട്ടാണ് വന്നത്. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും എങ്ങനെയാണ്, അവരുടെ പാരന്റ്സ്, അവരുടെ ഒരു ഫാമിലി പാറ്റേൺ മൊത്തത്തിൽ എങ്ങനെയാണ് എന്നുള്ളത് ഡൗട്ടായിരുന്നു. അല്ല, അറിയാതെ. ഓക്കെ. അപ്പൊ ആ ഒരു ഫാമിലി പാറ്റേൺ എന്താന്നുള്ളത്, ഓരോരുത്തരുടെ റോൾസ്, ചിലപ്പോ വീട്ടിൽ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാവും, ചിലപ്പോ അവരുടെ കസിൻസ്, അങ്കിൾ, ആന്റി, അവർ ആരെങ്കിലും ഒക്കെ അവിടെ താമസിക്കുന്നുണ്ടാവും. അപ്പൊ ഓരോരുത്തർക്കും അവിടെയുള്ള റോള്, അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അവർക്കിടയിൽ നടക്കുന്ന കോൺഫ്ലിക്റ്റുകൾ, കാര്യങ്ങളെല്ലാം എടുക്കണം. നമ്മളൊരു ഫാമിലി ഹിസ്റ്ററി എടുക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ജീനോഗ്രാം മാത്രം വരച്ചാൽ പോരാ, അതിന്റെ കൂടെ ഒരു ഫാമിലി ഹിസ്റ്ററി എടുക്കണം. നമുക്കൊരു 2 ജനറേഷൻസ് എബോ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. ഒരു 2 ജനറേഷനിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു പാറ്റേൺ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അച്ഛന്റെ അമ്മയുടെ മാത്രമല്ല, അവരുടെ പാരന്റ്സിന്റെ ഒക്കെ കൂടി കിട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു പാറ്റേൺ ഓഫ് ബിഹേവിയർ എവിടെ നിന്ന് വന്നു, അവരുടെ റോൾ, കോൺഫ്ലിക്റ്റുകൾ, കാര്യങ്ങൾ എന്താണ്. പിന്നെ ഇന്റർ ജനറേഷണൽ ഇഷ്യൂസ്, പ്രത്യേകിച്ചും അഡോളസെൻസ് വീട്ടിലുണ്ടെങ്കിൽ അറിയാം. അഡോളസെന്റ് ഏജിലുള്ള കുട്ടികൾ, നിങ്ങളുടെ ജനറേഷന് ഞങ്ങൾ പറയണമെന്ന് മനസ്സിലാവില്ല. അതായിരിക്കും പലപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന പറയുന്ന ഒരു കാര്യം അല്ലെ, പല ജനറേഷൻ കൊണ്ടുള്ള കോൺഫ്ലിക്റ്റ്. വയസ്സായ ആളുകളും ഇങ്ങനെ നമ്മുടെ ഒരു കാറ്റഗറി തമ്മിലുള്ള ഒരു ഇഷ്യൂസ്, ഇങ്ങനെ പല ജനറേഷണൽ ഇഷ്യൂസ് ഉണ്ടാവും. അവരുടെ കാലഘട്ടത്തിലെ കാര്യങ്ങൾ, നമ്മുടെ കാലഘട്ടത്തിലെ കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇവിടെ എന്റെ അമ്മമ്മയും മുത്തശ്ശൊന്നും വലിയമ്മയൊന്നും വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ കൂടെ പോയി നിൽക്കൊന്നുമില്ല. അവരുടെ നാട്, അവരുടെ വീട്, ഇതൊന്നും ഇട്ടിട്ട് എവിടേക്കും പോകാൻ അവർക്ക് താല്പര്യമില്ല. അപ്പൊ ഇവിടെ ഞങ്ങൾ ഉള്ളത് കൊണ്ട് ഓക്കെ. പക്ഷെ ഇതേപോലെ തന്നെ പല ഫാമിലീസിലും കാണാം, പ്രായമായ ആൾക്കാർ കാണാറില്ലേ, അവരുടെ ആ വീട്, നാടൊന്നും വിട്ട് എങ്ങോട്ട് വരാനായിട്ട് തീരെ തയ്യാറാവില്ല. അപ്പൊ അത് അവർക്കിടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഞങ്ങളുടെ തന്നെ ഫാമിലിയിൽ ഒരു മുത്തശ്ശി ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്, ഒരു ഒറ്റയ്ക്കാ വീട്ടില്. ഇപ്പൊ ഇതേ ന്യൂമോണിയ ഒക്കെ വന്നിട്ട് ആകെ ബുദ്ധിമുട്ടിലായിട്ടിരിക്കുക. നോക്കാൻ ആളെ വെച്ചു, മക്കള് വിളിക്കുന്നുണ്ട് കൂടെ വന്ന് നിൽക്കൂ, പക്ഷെ അവര് പോരില്ല. അപ്പൊ എന്താവും, അവർക്കിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ആണ്. അവരും സഫർ ചെയ്യും, ഇവരും സഫർ ചെയ്യും അറ്റ് എ ടൈം. അപ്പൊ അങ്ങനെയുള്ള ഇന്റർ ജനറേഷണൽ ഇഷ്യൂസ് വരാം. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. എവിടെയാണ്, എന്താണ് ആ ഒരു പ്രശ്നം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ്, അല്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് ജീനോഗ്രാം മാപ്പിംഗ് എന്ന് പറയുന്നത്. ഫാമിലിയുടെ കംപ്ലീറ്റ് ഹിസ്റ്ററി എടുക്കാം. അത് ഒരു സെഷൻ കൊണ്ട് ചിലപ്പോൾ നമുക്ക് നടന്നൊന്നും വരില്ല. 2 സെഷൻ ആയാലും 3 സെഷൻ ആയാലും ആ കംപ്ലീറ്റ് വിവരങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് ചിലപ്പോൾ 2 സെഷൻ കൊണ്ട് കവർ ചെയ്യാൻ പറ്റും. ഒരു സെഷനിൽ ചിലപ്പോൾ അവരെല്ലാം ഓപ്പൺ അപ്പ് ആയിട്ട് പറയണം എന്നില്ല ഫസ്റ്റ് സെഷനിൽ, പക്ഷെ നമുക്കത് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ കംപ്ലീറ്റ് ഹിസ്റ്ററി നമ്മൾ എടുത്തിട്ടുണ്ടാകും. ദെൻ റീഫ്രെയിമിംഗ് എന്നുള്ളതാണ്. നമ്മൾ ആ കാര്യത്തെ റീഫ്രെയിം ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവർ ആ ഒരു കാര്യത്തെ എടുക്കുന്നത് 2 രീതിയിലായിരിക്കും. 2 പേരും എടുക്കുന്നത് 2 ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവിലായിരിക്കും. ഇപ്പോ ഹസ്ബൻഡ് വൈഫാന്ന് എടുക്കൂ. ഇപ്പൊ ഫ്രണ്ട് വിളിച്ചപ്പോ പെട്ടെന്ന് ഹസ്ബൻഡ് പുറത്തേക്ക് പോയി, തിരിച്ചു വന്നപ്പോ ഭാര്യ വഴക്കുണ്ടാക്കി. അതായത് ഭാര്യയെ സംബന്ധിച്ച് ഹസ്ബൻഡ് ഇഗ്നോർ ചെയ്തതായിട്ടും അവരുടെ ഒരു ക്വാളിറ്റി ടൈം പോയതായിട്ടുമാണ് ഭാര്യ അങ്ങനെയാണ് ആ ഒരു പ്രോബ്ലത്തെ എടുത്തിരിക്കുന്നത്. അപ്പൊ ഭാര്യ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ബ്ലെയിം ചെയ്യും. നിങ്ങൾക്ക് ടൈമില്ല, നിങ്ങൾ ഇങ്ങനെ പോകുന്ന എപ്പോഴും ഫ്രണ്ട്സിന്റെ കൂടെയാണ്. ശരിക്കും ചിലപ്പോൾ ഹസ്ബൻഡ് അപ്പൊ പോയിരിക്കുന്നത്
ശരിയായിരിക്കും, വർക്കിന്റെ ഒരു സ്ട്രെസ് റിലീഫ് എന്നുള്ള രീതിയിലാണ് വല്ലപ്പോഴേ ഫ്രണ്ട്സിന്റെ കൂടെ പോവാറുള്ളൂ. ഇപ്പൊ അങ്ങനെ പഴയ പോലെയൊന്നും പോവാറില്ല. ഒരു ദിവസം പോകുന്നതിന് എന്തിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇതായിരിക്കും ഹസ്ബൻഡിന്റെ ഒരു പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ബ്ലെയിം ചെയ്യും. നീ വന്നേ പിന്നെ എനിക്കൊരു ഫ്രീഡം ഇല്ല, എന്നെ നീ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അങ്ങനെയുള്ള ഒരു കോൺഫ്ലിക്റ്റിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം മാത്രം. അപ്പൊ എന്താ സംഭവിക്കുക? അവർക്കിടയിലുള്ള ആ ഒരു ഇമോഷൻ നഷ്ടപ്പെടും, ഇമോഷണൽ സെൻസിറ്റിവിറ്റി ഇല്ലാതെയാവും, കണക്ഷൻ പോവും, ഇന്റിമസി പോവും. ഇത് ഒരു പ്രാവശ്യമല്ല, ഇതൊരു സ്റ്റാർട്ടിങ് ആണെങ്കിൽ ഇത് കഴിഞ്ഞുണ്ടാകുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളും വലുതായി കൊണ്ടിരിക്കും. അപ്പൊ റീഫ്രെയിം ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇവര് പരസ്പരം ബ്ലെയിം ചെയ്യുന്നേ ഉള്ളൂ. ഹസ്ബൻഡ് ഒരിക്കലും തുറന്നു പറയുന്നില്ല എന്റെ ഒരു സ്ട്രെസ് റിലീഫ് ആണെന്നോ വല്ലപ്പോഴും ആണെന്നോ ഇത് സ്ഥിരമില്ലല്ലോ എന്നുള്ളത് ഹസ്ബൻഡും പറയുന്നില്ല. ഇഗ്നോർ ചെയ്യപ്പെടുന്നു എന്നും എനിക്കിത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആരും പറയുന്നില്ല, വൈഫും പറയുന്നില്ല. പകരം എന്താ ചെയ്യുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിമിങ് മാത്രമാണ്. അത് സ്റ്റോപ്പ് ചെയ്യിക്കുക, റീഫ്രെയിം ചെയ്തു കൊടുക്കുക. അതായത് ഉള്ളിലുള്ള ഇമോഷൻ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. മറ്റൊരു പേഴ്സ്പെക്റ്റീവ് എടുക്കുക. രണ്ടുപേരും മനസ്സിലായിരുന്നു. അപ്പൊ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡ് ഒരിക്കലും പുറത്തു പോകാൻ പാടില്ല എന്നില്ല. ഇനി എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ അത് തെറ്റാണ്. വൈഫിന് അവിടെ പ്രയോറിറ്റി കൊടുക്കേണ്ടതും ഇമ്പോർട്ടന്റ് ആണ്. ഡെയിലി നൈറ്റ് ഒന്ന് പുറത്തു പോവാണെങ്കിൽ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഇടയ്ക്കൊക്കെ ആണെങ്കിൽ അത് അവരുടെ ഒരു പേഴ്സണൽ ഫ്രീഡത്തിന്റെ കാര്യമാണ്. അപ്പൊ ആ ഒരു കാര്യത്തെ റീഫ്രെയിം ചെയ്യാം. രണ്ടുപേർക്കും ആ പേഴ്സ്പെക്റ്റീവ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. നമ്മൾ ഒരിക്കലും ബ്ലെയിം ചെയ്യരുതേ. ഈവൻ ഹസ്ബൻഡ് ഡെയിലി പോകുന്ന ഒരാളാണെങ്കിൽ അത് ബ്ലെയിം ചെയ്യരുത്. അതിന് പകരം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഇവർക്ക് എന്ത് ഫീൽ ചെയ്യുന്നു, പാർട്ട്ണർക്ക് എന്ത് ഫീൽ ചെയ്യുന്നു. ഇതൊരു എക്സാമ്പിൾ. ഇതേപോലെ തന്നെയാണ് അഡോളസെൻസിന്റെ ഇടയിലും വരുന്നത്. കുട്ടികളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാത്ത കുട്ടികൾ പാരന്റ്സിനെ ബ്ലെയിം ചെയ്യും, പാരന്റ്സ് കുട്ടികളെ ബ്ലെയിം ചെയ്യുമ്പോൾ ഒന്നും മനസ്സിലാക്കുന്നില്ല, ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ. അവിടെയും നമ്മൾ ആ ഒരു സിറ്റുവേഷൻ എന്താണോ അതിന്റെ ആ ഒരു പേഴ്സ്പെക്റ്റീവ്, അവരെങ്ങനെയാണ് അത് എടുക്കുന്നത് എന്നുള്ളത് രണ്ട് സൈഡിലും പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ദെൻ ബൗണ്ടറി സെറ്റിംഗ്. അതും ഈ ഒരു റീഫ്രെയിമിങ്ങിന്റെ ഉള്ളിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. രണ്ടുപേർക്കും ഒരു കല്യാണം കഴിഞ്ഞാലും ഇനി നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടെങ്കിലും എല്ലാവർക്കും ഇടയിൽ കൃത്യമായ ബൗണ്ടറീസ് ഉണ്ട് അല്ലെ? കുട്ടികളാന്ന് പറഞ്ഞാൽ അവർക്ക് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി ഇല്ലായ്മയോ പേഴ്സണൽ ലിമിറ്റ് ഇല്ലായ്മയോ ഒന്നുമില്ല. എല്ലാ വ്യക്തിക്കും എന്തുണ്ട്? ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട്, ഒരു ഐഡന്റിറ്റി ഉണ്ട്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. റിലേഷൻഷിപ്പിൽ പലപ്പോഴും ഇഷ്യൂസ് ഉണ്ടാവുന്നത് ഒരു ബൗണ്ടറീസ് ഇല്ലായ്മയാണ്. ഫാമിലി ലൈഫിലോട്ടൊക്കെ വരുമ്പോഴേക്കും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഈ ചില സമയത്ത് കണ്ടിട്ട് ഞാൻ ഒരു കേട്ട കേസിൽ, ഇന്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്ത കേസാണെങ്കിലും വന്നിട്ടുള്ള കേസിലാണെങ്കിലും ഒക്കെ പലപ്പോഴും കാണുന്നതാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ മദർ ഇൻ ലോ അല്ലെങ്കിൽ സിസ്റ്റർ ഇൻ ലോ കയറി ഇടപെടുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് ഒന്നും ഇഷ്ടമുണ്ടാവില്ല പെൺകുട്ടിയുടെ വീട്ടുകാരാണ് ചിലപ്പോൾ ആവശ്യമില്ലാതെ എല്ലാത്തിലും കയറി ഇടപെടുന്നുണ്ടാവാം. അങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് ഉണ്ട്. പാരന്റ്സ് ആണ്, ഉറപ്പായും അവർക്ക് റോൾ ഉണ്ട് നമ്മുടെ ലൈഫിൽ. പക്ഷെ ആ റോൾസ് കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്യുക, സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു കാര്യം നമ്മൾ അവരെ കൗൺസിലിങ്ങിലൂടെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. രണ്ട് സൈഡ് നമ്മുടെ പാരന്റ്സ്. ഇനി കപ്പിൾസിന്റെ ഇടയിലല്ല, കുട്ടികളാണെങ്കിലും അവിടെയുണ്ട്. നമ്മൾ കുട്ടികളെ ഓവർ പ്രൊട്ടക്ട് ചെയ്യുന്ന പാരന്റിങ്, അല്ലെങ്കിൽ അവരുടെ എല്ലാം നമ്മൾ നോക്കുന്ന, അവരുടെ ഒരു ഐഡന്റിറ്റിക്ക് പ്രാധാന്യം കൊടുക്കാത്ത ഒരു പാരന്റിങ് ആണെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ട് അല്ലെ? അതൊക്കെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യാനാണ് നോക്കേണ്ടത്. അപ്പൊ ആ കാര്യങ്ങളാണ് നമ്മൾ പിന്നെ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ. അതിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ആവശ്യമില്ലാത്ത ഇമോഷൻസ് കയറി വരാം അല്ലെ, തടസ്സങ്ങൾ ഉണ്ടാക്കുക, അതൊക്കെ ഒഴിവാക്കുക. നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറി നിൽക്കാതെ ആ റോൾസും പേഴ്സണൽ ലിമിറ്റും എല്ലാം ഫോളോ ചെയ്യാന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ചെയ്യുന്ന കാര്യമാണ് സർക്കുലാർ ക്വസ്റ്റ്യനിങ്. ഇത് എന്തിനു സഹായിക്കുന്ന വെച്ചാൽ ഇൻസൈറ്റ് ഉണ്ടാക്കാൻ സഹായിക്കും. അപ്പൊ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും പലപ്പോഴും പ്രത്യേകിച്ച് ഒരു ഫാമിലിക്ക് ഒന്നിച്ചു വരുമ്പോൾ അവർക്ക് പരസ്പരം ആ ഒരു ഐഡിയ ഉണ്ടാവില്ല, ഇൻസൈറ്റ് ഉണ്ടാവില്ല. നമ്മൾ പറയുന്ന കേൾക്കും പോകുന്നുള്ളതാ. അതിന്റെ ഒരു ഇമ്പാക്ട് അവർ അറിയണമെങ്കിൽ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് സർക്കുലാർ ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്നത്. അത് അവർക്കിടയിലുള്ള ഇന്ററാക്ഷൻ പാറ്റേൺ മനസ്സിലാക്കാനും ഓരോ മെമ്പേഴ്സും പരസ്പരം എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അവർ പറയുന്ന വാക്കുകൾ എത്രത്തോളം ഇമ്പാക്ട് ചെയ്യുന്നു എന്ന് അറിയാനായിട്ട് സഹായിക്കുന്ന ഒരു
സെഷനാണ് സർക്കുലർ ക്വസ്റ്റ്യനിങ്. അപ്പൊ ഇൻസൈറ്റ് ഉണ്ടാക്കി കൊടുക്കുക. എപ്പോഴും കൗൺസിലിംഗ് പ്രോസസ്സ് വർക്ക് ആവണമെങ്കിൽ അവിടെ ഇൻസൈറ്റ് ഉണ്ടാവും, എങ്കിലേ അത് എഫക്റ്റീവ് ആയിട്ട് വരികയുള്ളൂ. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സർക്കുലർ ക്വസ്റ്റ്യനിങ്. ഫാമിലി തെറാപ്പിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്. ഇതെങ്ങനെയാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു പാരന്റ് ചൈൽഡ്, ഒരു എക്സാമ്പിൾ ആണ് ഇത്. ഒരു പാരന്റ് ചൈൽഡ് കോൺഫ്ലിക്റ്റ് ആണ്. ഇപ്പോ ഒരു ആർഗ്യുമെന്റ് നടക്കുകയാണ്. അപ്പൊ കുട്ടി മിണ്ടാതിരിക്കും, ഇങ്ങനെ മുഖത്തേക്ക് മിണ്ടാതിരിക്കും. ഇതാണ് ഇഷ്യൂ എന്ന് വിചാരിക്കും. തെറാപ്പിസ്റ്റ് ചോദിക്കും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അമ്മ പറയും ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആവും, വീണ്ടും ഒച്ചെടുക്കും. തെറാപ്പിസ്റ്റ് ചോദിക്കും വീണ്ടും ഒച്ചെടുക്കുന്ന സമയത്ത് എന്തായിരിക്കും അവർ റിയാക്ട് ചെയ്യാം. ചിലപ്പോൾ കരയുമായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ വിഡ്രോ ചെയ്ത് പോവായിരിക്കും. എന്തെങ്കിലും ഒരു ഓപ്ഷൻ. ഇപ്പൊ ഞാനിവിടെ വിഡ്രോ ചെയ്യുന്നു എന്നാ ഇവിടെ നിന്ന് എണീറ്റ് പോവാ. ഇത് കുറച്ചുകൂടെ ഇങ്ങനെ കേട്ടിരുന്നിട്ട് പിള്ളേർ എന്ത് ചെയ്യും, എഴുന്നേറ്റ് പോകും. പ്രത്യേകിച്ച് അഡോളസെൻസ് ഒക്കെ ആണെങ്കിൽ ചില കുട്ടികൾ റിയാക്ട് ചെയ്യും. ചില കുട്ടികൾ എങ്ങനെ അറിയോ, അമ്മ ഇങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്കൊന്നും ബാധകമല്ല എന്നുള്ള മട്ടിൽ എണീറ്റ് പോകും. അപ്പൊ അതെന്തുണ്ടാവും, വീണ്ടും അമ്മ വീണ്ടും എന്ത് ചെയ്യും, ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്, തെറാപ്പിസ്റ്റ് ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു പാറ്റേൺ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതായത് ഒരാള് സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ഒരാള് ഫ്രസ്ട്രേറ്റഡ് ആവും. ഫ്രസ്ട്രേറ്റഡ് ആവുമ്പോൾ മറ്റേ എഴുന്നേറ്റ് പോവും, വീണ്ടും കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പോ ഒരാളുടെ ആക്ഷൻ മറ്റൊരാളുടെ റെസ്പോൺസിനെ എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഒച്ച എടുക്കുകയാണെങ്കിലും അതെ, നമ്മൾ ഒച്ച എടുത്താല് നമ്മുടെ രണ്ടിരട്ടി ഒച്ച അപ്പുറത്താളെടുക്കും, അതിനേക്കാളും വീണ്ടും നമ്മൾ എടുക്കും, വീണ്ടും അപ്പുറത്തേക്ക് റിപ്പീറ്റ് ചെയ്യും. അപ്പോ രണ്ടു പേരുടെ റെസ്പോൺസും പരസ്പരം ഇൻഫ്ലുവൻസ് ചെയ്യുകയും ആ ഒരു പാറ്റേൺ വരികയല്ലേ എന്ന് നമ്മൾ ചോദിക്കും. ക്വസ്റ്റ്യൻ ചെയ്യാണ് നമ്മൾ അവരെ. മദറുടെ സൈഡ് പറയും, തെറാപ്പിസ്റ്റിന്റെ സൈഡ് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമ്പോൾ ആ പാറ്റേൺ അവിടെ വിസിബിൾ ആവും. ഇത് കുട്ടി ഉണ്ടെങ്കിൽ കുട്ടിയെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇങ്ങനെ ഒരു 3 പേരും കൂടി റൗണ്ടായിട്ട് ഇരുന്നിട്ട് ഈ ഒരു സാധനം റൗണ്ടായിട്ട് ഇരിക്കണമെന്നില്ല, അപ്പുറപ്പുറം ഇരിക്കാം, ഒരു ഇഷ്യൂ ഒന്നുമില്ല. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം, എന്തായിരിക്കും നിങ്ങളുടെ റെസ്പോൺസ്, ഇങ്ങനെ ഉണ്ടായാൽ ഇവരുടെ റെസ്പോൺസ് ഇങ്ങനെയായിരിക്കും എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമ്പോൾ അപ്പൊ ഉണ്ടാവുന്ന ഫീലിങ്സ് എന്താണ്, അവരുടെ ഇമോഷൻ എന്താണ്, അതിന്റെ റിയാക്ഷൻ എന്താന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ് സർക്കുലർ ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ശരിക്കും നല്ലൊരു ഇൻസൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് കുട്ടി റിയാക്ട് ചെയ്യില്ല എന്ന് കുട്ടി എക്സ്പ്ലെയിൻ ചെയ്യും. കുട്ടി റിയാക്ട് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് അമ്മ എഫക്ട് ചെയ്യുന്നതെന്ന് അമ്മയും പറയും. അപ്പൊ അവിടെ ഒരു ക്ലാരിറ്റി കിട്ടും. ആ ഒരു പാറ്റേണിലുള്ള പ്രശ്നം എന്താണെന്നുള്ളത് രണ്ടു പേർക്കും പരസ്പരം മനസ്സിലാവും. ഇതുവരെ ക്ലിയർ ആണോ? Yes, yes. ബാക്കിയുള്ളവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഫാമിലി സ്കൾപ്റ്റിംഗ്. സ്കൾപ്ചർ എല്ലാവർക്കും അറിയാം അല്ലെ, ശിലകൾ, പ്രതിമകൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ അത്ര അങ്ങോട്ട് പ്രചാരത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ ഹോസ്പിറ്റൽ സെറ്റിംഗ്സിലൊക്കെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഫാമിലി സ്കൾപ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, ആളുകളെ കൃത്യമായിട്ട് ഓരോ പൊസിഷനിൽ കൊണ്ടു നിർത്തും. അവിടെ അവരുടെ ഇൻവിസിബിൾ ആയിട്ടുള്ള ഇമോഷണൽ പാറ്റേൺസ് വിസിബിൾ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ സർക്കുലർ ക്വസ്റ്റ്യനിങ് ഇൻസൈറ്റ് ഉണ്ടാക്കാനാണെങ്കിൽ ഫാമിലി സ്കൾപ്പിംഗ് ചെയ്യുന്നത് ഇൻവിസിബിൾ ആയിട്ടുള്ള ഇമോഷണൽ പാറ്റേൺസ് കൊണ്ടുവരാം. അത് കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാനും അവരുടെ റോൾസിനെ പറ്റി ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാനും അവർക്ക് സഹായിക്കും. ഓക്കെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ പലപ്പോഴും കാണുന്ന കാര്യമാണ് കേട്ടോ, അച്ഛൻ മാറി നിൽക്കുക എന്നുള്ളത്. ഒരു കുട്ടിയുടെ പ്രശ്നമായിട്ട് വരുന്ന സമയത്ത് കൗൺസിലിങ്ങിലേക്ക് മിക്കവാറും അമ്മമാരായിരിക്കും വരുന്നത്. അച്ഛൻ ഇടപെടുന്നത് അത് അപൂർവം കേസസ് മാത്രമാണ്, വളരെ കുറച്ച് കേസസിൽ മാത്രമായിരിക്കും അച്ഛന്മാര്. ഇനി വന്നാൽ തന്നെ അവരത് സഹകരിച്ച് കൊണ്ടുപോകാന്നുള്ളതും ചില കേസസിലൊന്നും നടക്കാറേ ഇല്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ ഒരു ഫാമിലി സ്കൾപ്റ്റിംഗ് നമുക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാവുന്നതാണ്. ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗോ നിങ്ങൾക്ക് ഒരു ക്ലിനിക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പേര് നിൽക്കുക. കുട്ടി ഉറപ്പായിട്ടും ഫിസിക്കൽ പൊസിഷൻ എടുക്കുന്ന സമയത്ത് കുട്ടി അമ്മയുടെ അടുത്തേക്കോ അച്ഛൻ ദൂരെയായിരിക്കും നിൽക്കുക. അപ്പൊ നമുക്ക് അച്ഛനോട് ചോദിക്കാം, എന്തുകൊണ്ടായിരിക്കും കുട്ടി അമ്മയുടെ അടുത്ത് പോയി നിന്നത്, അച്ഛൻ്റെ അടുത്തേക്ക് വരുന്നില്ല? ആ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് അവർക്ക് അവിടെ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. കാരണം അച്ഛൻ റോൾ എടുക്കുന്നില്ല, അച്ഛൻ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് അവിടെ എടുക്കുന്നില്ല, അല്ലെങ്കിൽ കുട്ടിക്ക് വേണ്ട ഒരു കെയർ വാമത്ത് കിട്ടുന്നില്ല. ദാറ്റ്സ് വൈ അവരങ്ങനെ മാറി നിന്നു. ആ ഒരു സംഭവം അവിടെ ഫിസിക്കലി അവർക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഇമോഷൻ
ഫിസിക്കലി വിസിബിൾ ആവുന്നുള്ളതാണ്. അപ്പൊ ഇനി അതല്ല, ഒരു ഫാമിലി, വേറൊരു അച്ഛനമ്മയും കുട്ടിയല്ലാതെ കോമൺ ആയിട്ടുള്ള ഒരു ഫാമിലി എടുക്കുകയാണ്, കുറച്ചധികം ആൾക്കാരുള്ള മെമ്പേഴ്സ് ആണ്. ഈ മെമ്പേഴ്സിനെ ഒരു സർക്കിളിൽ നിർത്തുക. പക്ഷെ എല്ലാവരും ഫേസ് ടു ഫേസ് നോക്കുന്നില്ല, പുറത്തേക്ക് നോക്കുകയാണ്. ഇതിന്ന് അവർക്ക് മനസ്സിലാക്കുക, നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇമോഷണൽ വിഡ്രോവൽ ആണ് നിങ്ങളിവിടെ സംഭവിക്കുന്നത്. നിങ്ങളുടെ പുറത്തെ ഒരു ഇമോഷനും ആർക്കും പരസ്പരം കാണാൻ പറ്റുന്നില്ല. ഇത് തന്നെയാണ് നിങ്ങളുടെ ഫാമിലിയിലും നടക്കുന്നത് എന്ന് അവർക്ക് വിസിബിളി നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. കാരണം നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് ആരുടെ മുഖത്ത് എക്സ്പ്രഷൻ കാണാൻ പറ്റില്ല, ഇമോഷൻ കാണാൻ പറ്റില്ല, ഒരു കാര്യവും കാണാൻ പറ്റില്ല. ഇത് തന്നെയാണ് നിങ്ങൾ റിയാലിറ്റിയിലും ചെയ്യുന്നത്, നിങ്ങളുടെ ഫാമിലിയിലും ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. ഫാംസ് ഒക്കെ ക്രോസ് ചെയ്ത് അല്ലെങ്കിൽ പോക്കറ്റിലിട്ടോ തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മുടെ മറ്റേ മെമ്പറിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇമോഷൻ അറിയുന്നില്ല. സോ ഇങ്ങനെ ഫിസിക്കലി അവർക്ക് വിസിബിൾ ആക്കി കൊടുക്കുക എന്നുള്ള ആക്ടിവിറ്റീസ് ആണ് ഫാമിലി സ്കൾപ്റ്റിംഗ്. ഫിസിക്കൽ പൊസിഷൻസ്, ഓരോ പൊസിഷനിൽ നിർത്തുക. അപ്പൊ അവർക്ക് അവിടെ നിന്ന് മനസ്സിലാവും അവർക്കിടയിൽ എന്താണ് സംഭവിക്കുന്നത്. മുന്നേ കഴിഞ്ഞ വർഷമൊക്കെ ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയാസിലും ഒക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. കുറെ ഹസ്ബൻഡ് വൈഫ് പെയേഴ്സ് ആണ്. അപ്പൊ അവരിങ്ങനെ സർക്കിളിൽ ഇരുത്തിയിട്ടുണ്ട്, കുറെ ചെയേഴ്സ് ഉണ്ട്. ആ ഓരോ പെയേഴ്സിനായിട്ട് വിളിക്കുകയാണ്. ഇവര് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇപ്പൊ ഇത്ര നാള് ഒന്ന് പുറത്തു പോയിട്ട്, അല്ലെങ്കിൽ ഇത്ര നാള് നല്ലൊരു വാക്ക് പറഞ്ഞിട്ട്, അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ. ഇതിനൊക്കെ നോ ആണ് ഉത്തരമെങ്കിൽ ഓരോ ചെയർ മാറിയിരിക്കണം. അടുത്തടുത്തുള്ള പെയർ ഒരു ചെയർ മാറിയിരിക്കണം. ക്വസ്റ്റ്യൻ രണ്ടും കൂടും തോറും ഇതിങ്ങനെ നീണ്ട് ക്വസ്റ്റ്യൻ എൻഡ് ചെയ്യുമ്പോൾ ഇവർക്കിടയിൽ ഒരുപാട് ചെയറുകൾ ഉണ്ടാവും. ചില കേസസിൽ കുറച്ചേ ഉള്ളൂ, ചില കേസസ് കാണുമ്പോൾ ഒരുപാട് ചെയർ ഉണ്ടാവും. അവർക്ക് വിസിബിൾ ആണ് അവിടെ. ഇത്രയും ചെയർ അകലെ ഇവർ അടിക്കുമ്പോൾ അത്രയും സിറ്റുവേഷൻ അവരുടെ മൈൻഡിൽ വരും. ഈ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം ഇവരുടെ ലൈഫിൽ സംഭവിക്കുന്നേ ഇല്ല. അത്രയും അവർ ഇമോഷണലി ഡിസ്റ്റന്റ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അവർക്ക് ഫിസിക്കലി വിസിബിൾ ആവുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നോ ആരെങ്കിലും? അങ്ങനെ ഒരു വീഡിയോ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, ഭയങ്കരമായിട്ട് കുറെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു വീഡിയോസ്. ഓക്കെ, അപ്പൊ ആ ഒരു സംഭവമാണ് ഫാമിലി സ്കൾപ്റ്റിംഗ്. അത് അവിടെ കപ്പിൾസിനിടയിൽ ചെയ്തു, ഇവിടെയും കപ്പിൾസിനിടയിൽ ചെയ്യാം, പാരന്റിങ് ഇഷ്യൂസിൽ ചെയ്യാം, ഫാമിലി കോൺഫ്ലിക്റ്റുകളിൽ ചെയ്യാം. എല്ലായിടത്തും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഫാമിലി സ്കൾപ്റ്റിംഗ് എന്ന് പറയുന്നത്. അവരുടെ ഇമോഷണൽ ഒരു അവൈലബിലിറ്റിയുടെ ഒരു പ്രശ്നം എന്താണെന്നുള്ളത് അവിടെ മനസ്സിലാവും. ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനും ഇമോഷൻ മനസ്സിലാക്കി സഹായിക്കും. ഓക്കെ, ഇത്രയും നേരം നമ്മൾ പറഞ്ഞെല്ലാം എന്താ പറയാ, കുറെ കൂടി ഒരു ഫാമിലി തെറാപ്പിയുടെ അല്ലെങ്കിൽ നമ്മുടെ ബേസിക് ടെക്നിക്സ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇനി കുറച്ച് മൈൻഡ്ഫുൾനെസ് ടെക്നിക്സും കൂടെ പറഞ്ഞിട്ട് നമുക്ക് എൻഡ് ചെയ്യാം. ഓക്കെ, മൈൻഡ്ഫുൾനെസ് നമ്മൾ പറഞ്ഞു പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യാം. മൈൻഡ്ഫുൾ മെഡിറ്റേഷൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് എപ്പോഴും ആദ്യം നമ്മൾ പറയാറുള്ള ഒരു കാര്യം ബ്രീത്തിങ് ആണ്, ബ്രീത്തിങ് എക്സസൈസ് ആണ്. ഒരു ഫാമിലിയൊക്കെ വരുവാണെങ്കിൽ അവരോട് ഒന്നിച്ച് ഒരു സമയത്ത് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ പറയാം. മോർണിംഗ് ആണ് ഏറ്റവും നല്ലത്, പറ്റില്ലെങ്കിൽ നൈറ്റെങ്കിലും ഒരു ഫിക്സഡ് ടൈം വെച്ചിട്ട് ഒരു മൈൻഡ്ഫുൾനെസ് ബ്രീത്തിങ് ചെയ്യാൻ പറയാം. മൈൻഡ്ഫുൾനെസ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ നോർമൽ ബ്രീത്തിങ് എക്സസൈസ് തന്നെയാണ്. പക്ഷെ ആ സമയത്ത് നമ്മൾ തോട്ട്സും കാര്യങ്ങളും ഒന്നും ഫോക്കസ് ചെയ്യുന്നില്ല. നമ്മൾ എടുത്തു തന്നെ ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ ആ ഒരു പ്രോസസ്സിൽ മാത്രം, ഇൻഹലേഷൻ ആൻഡ് എക്സ്പിറേഷൻ ആ ഒരു പ്രോസസ്സിൽ മാത്രമാണ്, ഇൻസ്പിറേഷനിലും എക്സ്പിറേഷനിലും മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ഇൻഹെയിൽ ചെയ്യുക, എക്സെയിൽ ചെയ്യുക, ആ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ദെൻ നമ്മുടെ ബോഡിയിൽ നമ്മൾ എന്തായാലും ശ്വാസം എടുത്ത് വിടുമ്പോൾ ഇവിടെ ഡയഫ്രം പൊങ്ങുന്നതും ലങ്സ് പൊങ്ങുന്നതും ഒക്കെ നമുക്കറിയാം, താഴുന്നത് നമുക്ക് മനസ്സിലാവും. ആ ഒരു പ്രോസസ്സിൽ മാത്രം ഫോക്കസ് ചെയ്യാം. ഷോർട്ട് ആയിട്ടുള്ള ചെയ്താൽ മതി, 1 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ ആയിട്ട് ചെയ്താൽ മതി. ഒരുപാട് നേരം ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ 2 to 3 മിനിറ്റ്സ് ഒക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. ഫാമിലി ആണെങ്കിൽ ഫാമിലി ഒന്നിച്ചിരുന്ന് ചെയ്യാം. അച്ഛനും അമ്മയും കുട്ടി ഉണ്ടെങ്കിൽ അവർ ഒന്നിച്ച് ചെയ്യാം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് അതൊന്നൊരു ഇമോഷണൽ കണക്ഷൻ, ഒരു ഇന്റിമസിയും കൂടെ കിട്ടും അവിടെ. അതുകൊണ്ട് മൈൻഡ്ഫുൾ ബ്രീത്തിങ് ഫാമിലി ആയിട്ട് ചെയ്യുക. ആസ് എ ഫാമിലി നമ്മൾ ചെയ്യുക. നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാൻ നന്നായിട്ട് സഹായിക്കും. നിങ്ങൾ തന്നെ നോക്കിയാൽ മതി, ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പറയാല്ലേ ബ്രീത്ത് എടുത്ത് വിടും, ഡീപ് ബ്രെത്ത് എടുക്കും എന്നുള്ളത്. ആ ബ്രീത്ത് എടുത്ത് വിടുമ്പോൾ ഇത് ഭയങ്കര സ്പീഡിൽ ചെയ്യരുത്, വളരെ സ്ലോ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ് കുറയും, നമ്മുടെ നെർവസ് സിസ്റ്റം ഭയങ്കര കാം ആവും, എല്ലാം ബെറ്റർ ആക്കും. ഇനി ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ചെയ്യാം ഇതേപോലെ. ഡെയിലി ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നില്ല, പെട്ടെന്ന് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഓപ്പൺ അപ്പ് ആയിട്ട് ഒരാളോട് സംസാരിക്കണം,
അവിടെ നിങ്ങൾക്ക് ഒരു ടെൻഷൻ തോന്നുന്നു അല്ലെങ്കിൽ സ്ട്രെസ് തോന്നുന്നെങ്കിൽ ജസ്റ്റ് ഒരു 1 to 2 കുറച്ച് സെക്കൻഡ്സ് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് ബ്രീത്ത് ചെയ്ത് വിടും. അതിൽ പല രീതിയിൽ പറയാറുണ്ട്. 4-7-8 എന്ന് പറയാറുണ്ട്. അത് 4 സെക്കൻഡ് ഇൻഹെയിൽ ചെയ്യുക, 7 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 8 സെക്കൻഡ് എക്സെയിൽ ചെയ്യാന്ന് പറയാറുണ്ട്. ബോക്സ് ബ്രീത്തിങ് പറയാറുണ്ട്. എല്ലാം ഈക്വൽ ടൈം, ശ്വാസം എടുത്തതും ഹോൾഡ് ചെയ്തതും വിടുന്നതും എല്ലാം ഈക്വൽ ടൈം വരുന്നതാണ് ബോക്സ് ബ്രീത്തിങ്. അങ്ങനെയില്ല ഇനി അതുമല്ല, ഒറ്റയ്ക്ക് ആ ഒരു ടൈം നിങ്ങളുടെ മൈൻഡിൽ പറയാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഇന്ന് യൂട്യൂബിലും ആപ്പുകളും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അത് ഓണാക്കി വെക്കാം. അതിലിങ്ങനെ ഇൻഹെയിൽ എക്സെയിൽ റിപ്പീറ്റഡ് ആയിട്ട് പറയുമല്ലോ. അപ്പൊ നമ്മൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് ചെയ്ത് പോവാം. എങ്ങനെയെങ്കിലും നമ്മൾ അതൊരു പ്രാക്ടീസിലോട്ട് കൊണ്ടുവരാം. കാരണം തുടക്കത്തിലൊക്കെ ആൾക്കാർക്ക് ചിലപ്പോ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ആപ്പോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ ഓണാക്കി വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ മൈൻഡ്ഫുൾ ബ്രീത്തിങ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മൾ അവർക്ക് ഹോംവർക്ക് കൊടുത്തു വിടില്ലേ? ഇപ്പൊ ഫാമിലി കമ്മ്യൂണിക്കേഷൻ ഒക്കെ വരുന്ന സമയത്ത് ഇത് നമ്മുടെ എന്താ പറയാ ക്ലിനിക്കിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ജീനോഗ്രാം മാപ്പിംഗ് ആണെങ്കിലും ഫിസിക്കൽ എക്സസൈസുകളാണെങ്കിലും എല്ലാം നമ്മൾ ക്ലിനിക്കിൽ നമ്മുടെ സാന്നിധ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഹോംവർക്ക് ആയിട്ടൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് മൈൻഡ്ഫുൾനെസ്. അവരെ ഒന്ന് കാമാക്കാനൊക്കെ അതിൽ ഈ പറഞ്ഞ ബ്രീത്തിങ് കൊണ്ടുവരാം, സെൻസറി ഗ്രൗണ്ടിങ് കൊണ്ടുവരാം. ഗ്രൗണ്ടിങ് ടെക്നിക്ക് 5 4 3 2 1 കേട്ടവരുണ്ടാവും, കേൾക്കാത്തവരുണ്ടാവും. ഞാൻ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാം. 5 4 3 2 1 എന്ന് പറഞ്ഞത് ഒരു ഗ്രൗണ്ടിങ് ടെക്നിക്കാണ്. നമുക്ക് 5 സെൻസ് ഓർഗൻസ് ആണല്ലോ ഉള്ളത്. അപ്പൊ നമ്മളുടെ ഒരുപാട് ഇമോഷൻസ് കയറി വരുമ്പോ അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ ടെൻസ്ഡ് ആവുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആങ്ഷ്യസ് ആവുന്ന സമയത്തൊക്കെ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് 5 4 3 2 1 ഗ്രൗണ്ടിങ് ടെക്നിക് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചെയ്യാം, നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന 5 വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്കിപ്പോ നമ്മൾ റൂമിലാണ് അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ ഹാളിലാണ്, എന്തോ ആയിക്കോട്ടെ, നമ്മൾ കാണാൻ പറ്റുന്ന നമ്മുടെ മുന്നിൽ കാണുന്ന 5 കാര്യങ്ങളുടെ പേര് പറയാം. ഇനി പറയാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മനസ്സിലെങ്കിലും ആലോചിക്കുക. ഇപ്പൊ എന്റെ മുന്നിലാണെങ്കിൽ ബോട്ടിലുണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, ഫോൺ ഉണ്ട്, ഒരു സിസർ ഇരിക്കുന്നുണ്ട്, പെൻ ഇരിക്കുന്നുണ്ട്, അങ്ങനെ 5 കാര്യം. ദെൻ 4 ടച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന, സെൻസ് ചെയ്യാൻ പറ്റുന്ന തുണിയുടെ ടെക്സ്ചർ ആവാം, ഇവിടെയുള്ള വെള്ളത്തിന്റെ ചൂടാവാം, എന്തെങ്കിലും ടച്ച് ചെയ്യാൻ പറ്റുന്ന പറ്റുന്ന 4 കാര്യങ്ങൾ. ദെൻ കേൾക്കാൻ പറ്റുന്ന 3 കാര്യങ്ങൾ. ദെൻ സ്മെല്ല്, ലാസ്റ്റ് വൺ ടേസ്റ്റ്. ഈ രീതിയിലാണ് ഓർഡർ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ഇനിയിപ്പോ സ്മെല്ലൊന്നുമില്ല അല്ലെങ്കിൽ ടേസ്റ്റ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. ചില സമയത്ത് പ്രത്യേകിച്ച് സ്മെല്ലൊന്നും നമുക്ക് വരില്ല. റൂമിലോ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫുഡിന്റെ ഉണ്ടാവും, ഫ്രൂട്ട്സിന്റെ ഉണ്ടാവും, ഫ്ലവേഴ്സിന്റെ ഉണ്ടാവും. ഇതൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിന്റെ സ്മെല്ലോ ഒക്കെ ആലോചിക്കാം. ടേസ്റ്റിൽ ഒന്നെങ്കിൽ വെള്ളം എടുത്ത് കുടിക്കാം, ഇനി ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഉമിനീര് ഇറക്കാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഫുഡിന്റെ ടേസ്റ്റ് ആലോചിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇത് കുറച്ച് സമയം എടുക്കുമല്ലോ ഇതെല്ലാം ചെയ്ത് വരുമ്പോഴേക്കും. ഈ 5 കാര്യങ്ങൾ ചെയ്ത് വരുമ്പോൾ തന്നെ കുറച്ച് സമയം എടുക്കും, കുറച്ച് മിനിറ്റ് എടുക്കും. അപ്പൊ നമ്മുടെ ആ ഒരു ഇമോഷൻ അങ്ങ് ഡൗൺ ആയിട്ട് നമ്മൾ ഓവർവെൽമഡ് ആയിട്ട് നിൽക്കുന്ന അവിടെ നിന്ന് മാറും. പിന്നെ നമ്മുടെ ബ്രെയിനിന് ഒരു പ്രശ്നമുണ്ട്, ബ്രെയിനിന്റെ ആക്ടിവിറ്റി മാറി. നമുക്ക് കൊടുക്കുന്ന സിഗ്നലിന് അനുസരിച്ചാണ് നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആവും. നമ്മൾ ആൻഷ്യസ് ആയി കഴിഞ്ഞാല് നമ്മുടെ ബോഡിയിലെ സിമ്പത്തറ്റിക് വ്യവസ്ഥ ആക്റ്റീവ് ആവും, ഓട്ടോണമസ് വ്യവസ്ഥ ആക്റ്റീവ് ആവും. ഫൈറ്റ് ചെയ്യാന്നുള്ള ഒരു കാര്യമാണ് നമ്മുടെ ബോഡിക്ക് കിട്ടുന്ന ആദ്യത്തെ റെസ്പോൺസ്. ഫൈറ്റ് ചെയ്യൂ, അപകടം വരുന്നു, എമർജൻസി വരുന്നു, നമ്മുടെ ബോഡിയോട് പറയും. ബ്രെയിൻ അതിനനുസരിച്ച് പ്രവർത്തിക്കും. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും. അപ്പൊ നമ്മുടെ ആ ചിന്ത ശരിയായി. നമ്മുടെ ചിന്ത വരുന്നു, ചിന്തയ്ക്ക് അനുസരിച്ച് ബോഡി പ്രവർത്തിക്കുമ്പോൾ വീണ്ടും ആ ചിന്ത അവിടെ എന്താണ്, വീണ്ടും സ്ട്രെങ്തൻ ചെയ്യുന്നത്. ഇതാണ് നമ്മളെ വീണ്ടും വീണ്ടും ഡൗൺ ആക്കി കളയുന്നത്. നമ്മുടെ ബോഡിയുടെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് അത് ഡൗൺ ചെയ്യാനായിട്ട് 5 4 3 2 1. ഇപ്പൊ എന്തില്ല, ഒരു പ്രശ്നവുമില്ല, അവിടെ ഒരു എമർജൻസി സിറ്റുവേഷൻ ഇല്ല എന്നുള്ള കാര്യം ആർക്ക് മനസ്സിലാവും? നമ്മുടെ ബ്രെയിന് മനസ്സിലാവും. കാരണം നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നു. അതെന്താന്ന് മനസ്സിലാക്കാനാണ് നമ്മളിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ബോഡി കാമാവും. ഇതിന്റെ ഒരു ബയോളജിക്കൽ അല്ലെങ്കിൽ അതിന്റെ ഒരു റീസണിങ് എന്താണ്, എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞതാണ്. നമ്മുടെ ഇതിൽ എഴുതിയിട്ടില്ല ഞാന്, പക്ഷെ നമ്മുടെ നെർവസ് സിസ്റ്റത്തെ കാമാക്കാനായിട്ട് സഹായിക്കും. പിന്നെ കമ്മ്യൂണിക്കേഷനിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഫാമിലി ചെക്കിൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുമ്പോൾ പാരന്റ്സ് ഇടയിൽ കയറുന്ന സമയത്ത്, അതല്ലെങ്കിൽ മദർ ഇൻ ലോ, ഫാദർ ഇൻ ലോ, അല്ലെങ്കിൽ സിസ്റ്ററിലോ, പരസ്പരം അത് രണ്ട് സൈഡിൽ നിന്നും ആവാം കേട്ടോ. രണ്ട് സൈഡിൽ നിന്നുള്ള ആരെങ്കിലും ഇടയിൽ കയറുന്ന സമയത്ത് നമുക്കൊക്കെ നമ്മുടെ ഫീലിങ്സ് അതേപോലെ തുറന്നു പറയാനുള്ളതാണ്. ഐ ഫീൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്. അല്ല, എപ്പോഴും എനിക്ക് ഇങ്ങനെയാണ് ഫീൽ ചെയ്തത്. അപ്പൊ നേരത്തെ ആ ഫ്രണ്ടിനെ കാണാൻ ഹസ്ബൻഡ് ഇറങ്ങിയപ്പോ ഇപ്പൊ വൈഫിനെ ഇഗ്നോർ ചെയ്തു എന്നാ തോന്നിയത്. ഇപ്പം ഹസ്ബൻഡ് കയറി വരുമ്പോ എപ്പോഴും ഫ്രണ്ട്സിന്റെ കൂടെയാണെന്ന് ബ്ലെയിം ചെയ്യുന്നതിന് പകരം പറയാം, എനിക്ക് ഇന്ന് ഇത് ഫീൽ ചെയ്തു, ഈ ഒരു ക്വാളിറ്റി ടൈമിന് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഓപ്പൺ അപ്പായിട്ട് സംസാരിക്കാൻ ശ്രമിക്കാം. നമ്മുടെ ഒരു ജീവിത രീതി അല്ലെങ്കിൽ നമ്മൾ കണ്ടു വളർന്നു വെച്ചാൽ നമുക്കത് പോസിബിൾ അല്ല. ഇത് നമ്മുടെ ഒരു പല ഫാമിലീസിലും മനസ്സിലാക്കിയെടുത്തോളാം, എല്ലാവരുടെയും അങ്ങനെയാണെന്നല്ല, പക്ഷെ മെജോറിറ്റി ഫാമിലീസിലും ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ കാണുക. നമ്മൾ കണ്ടു വളരുന്നതും ഇങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മുടെ ഒരു കല്യാണം കഴിയുന്ന സമയത്തും അതേ കാര്യമായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക, അതേ സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. നമ്മളൊരു ഫാമിലി ഹിസ്റ്ററി എടുക്കുമ്പോൾ കാണാം, അച്ഛനും അമ്മയും വഴക്കിടുമ്പോൾ ഉപയോഗിച്ചിരുന്ന സെന്റൻസുകളും ഇഷ്യൂസും തന്നെയായിരിക്കും നമ്മളൊക്കെ ഒരു പാർട്ണർ വരുമ്പോഴും നമ്മൾ അതേ പാറ്റേൺ യൂസ് ചെയ്യുന്നുണ്ടാവും, അതേ സ്റ്റേറ്റ്മെന്റ്സ് കയറി വരുന്നുണ്ടാവും. നമ്മൾ എന്താ പറയാ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ, ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്കത് മനസ്സിലാവും. അപ്പൊ അതിന് പകരം അത് ബ്രേക്ക് ചെയ്തിട്ട് ഐ ഫീൽ സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു ജഡ്ജ്മെന്റ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒന്നുണ്ട്, ഇങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അപ്പുറത്തൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളാണെങ്കിൽ അത് വർക്കാവില്ല. അപ്പൊ നാർസിസ്റ്റോ അല്ലെങ്കിൽ പാരനോഡ് പേഴ്സണാലിറ്റി ഉള്ള ആളുകളാണെങ്കിൽ മനസ്സിലാവാൻ സാധ്യത. നമ്മൾ നോർമൽ കേസസിലാണ് കേട്ടോ പറയുന്നത്. നോർമൽ കേസസിൽ നമ്മളൊരു ഇമോഷണൽ എക്സ്പ്രഷൻ കൊണ്ടുവരാവുന്നതാണ്. മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒഴിവാക്കാനും ഇമോഷൻസ് സപ്രസ് ചെയ്ത് വെക്കാം എന്നുള്ള ഒരു കാര്യം സഹായിക്കും. അതല്ലേ, ഉള്ളിലെല്ലാം വെച്ച് ലാസ്റ്റിലൂടെ ഇത് പൊട്ടിത്തെറിക്കുന്നേക്കാൾ എത്രയോ നല്ലതാണ് അത് അപ്പൊ തന്നെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത്. ഇനി രണ്ടാമത് വരുന്ന പ്രശ്നം ലിസണിങ് ഇല്ലായ്മയാണ്. ശ്രദ്ധിച്ച് കേൾക്കില്ല. ഡീപ്പ് ലിസണിങ് ആണ് മൈൻഡ്ഫുൾ ലിസണിങ് എന്ന് പറയാം. ഒരിടത്തും ഇന്ററപ്റ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഒരാള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒട്ടും ഇന്ററപ്റ്റ് ചെയ്യാതെ, ഒട്ടും തടസ്സപ്പെടുത്താതെ അവര് പറയുന്നത് മുഴുവനായിട്ട് കേൾക്കാം. ആ കേട്ടോണ്ടിരിക്കുമ്പോണ്ടല്ലോ അതിന് ജഡ്ജ് ചെയ്യാൻ നോക്കരുത്. ആ കേട്ടോണ്ടിരിക്കുമ്പോ നമ്മളെ പറഞ്ഞല്ലേ ഇങ്ങനെയാണല്ലോ എടുത്തു വെച്ചിരിക്കുന്നത്, അതൊന്നും ചിന്തിക്കരുത്. ദാറ്റ് ഈസ് ഡീപ്പ് ലിസണിങ്. അവരെന്ത് പറയുന്നോ, അവരുടെ ഫീലിങ്സ് എന്താണോ, അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അതേ അർത്ഥത്തോടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് നടക്കണം എന്നില്ല, ചിലപ്പോൾ അറിയാം നമ്മൾ ഇന്ററപ്റ്റ് ചെയ്ത് പോവാം, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ എപ്പോഴും കപ്പിൾസിനോട് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് വരുമ്പോൾ അവരോട് പറയുന്ന കാര്യമാണ്, ഇത് പ്രാക്ടീസ് ചെയ്തേ പറ്റും. നിങ്ങൾ ഡെയിലി ശ്രമിക്കുക. ഒരു സെഷനൊക്കെ വെക്കാം. ഇപ്പൊ ഇവർക്ക് ഒരു ഡേ ഫിക്സ് ചെയ്യാം. ഒരു വീക്കെൻഡിൽ ഒരു ദിവസം ഒന്നിച്ചിരുന്ന് ആ വീക്കിലുള്ള ഇഷ്യൂസ് ഒക്കെ പരസ്പരം ഡിസ്കസ് ചെയ്യാം. കാരണം പലയിടത്തുള്ള വേറൊരു ഇഷ്യൂ ആയിരിക്കും. വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഈ 100 പരാതി കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളും ഫ്രസ്ട്രേറ്റഡ് ആവും എന്നൊക്കെ പല ഫാമിലി മെമ്പേഴ്സിന്റെ ഇടയിൽ കേൾക്കുന്ന ഒരു കൺസേൺ ആണ്. അപ്പൊ നമുക്ക് അത് കുറയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാം. മൈൻഡ്ഫുൾ ലിസണിങ് എന്നുള്ള പ്രോസസ്സ് ഡെയിലി ചെയ്യുന്നതിന് പകരം ഡെയിലി ചെയ്യാം ചെറിയ ചെറിയ രീതിയിൽ. പക്ഷെ ഒരു ഡീപ്പ് ലെവലിലോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1 വീക്കിൽ ഉണ്ടായ കാര്യം ഒരു ഡേ ഫിക്സ് ചെയ്തിട്ട് അന്നിരുന്ന് പരസ്പരം തുറന്ന് സംസാരിക്കുക, കേൾക്കുക എന്നുള്ളതാണ്. റിലേഷൻ ടെൻഷൻ കുറയ്ക്കാനും കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. പിന്നെ ആൻസൈറ്റി ഡിപ്രഷൻ ഉള്ള ആളുകളാണ് നമ്മുടെ ഒരു പാർട്ണർ എങ്കിൽ അവിടെ ഇത് സഹായിക്കും. കാരണം നമുക്ക് അറിയില്ല, അപ്പുറത്തുള്ള ആൾക്ക് ഡിപ്രഷനോ ആൻസൈറ്റിയിലോ ഒരാളാണെങ്കിൽ പാർട്ണർ അതേപോലെ അത് മനസ്സിലാക്കണം. അല്ല, ഇനിയിപ്പോ വീട്ടില് പാരന്റ്സിനാണെങ്കിൽ മക്കൾ അത് മനസ്സിലാക്കണം, മക്കൾക്കാണെങ്കിൽ പാരന്റ്സ് അത് മനസ്സിലാക്കണം. അവരുടെ ഫീലിങ്സ് വാലിഡേറ്റ് ചെയ്യണം. ഇപ്പൊ ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയുന്ന കാര്യമാണ്, എന്ത് ഡിപ്രഷൻ, എന്റെ ഒന്നും കാര്യമില്ല. ഈ റീസെന്റ്ലിയിലെ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള കൃഷ്ണപ്രഭ വരെ അതിനെ വളരെ നിസ്സാരവൽക്കരിച്ചിട്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോ. ഇവൻ ഇന്നും പല കുട്ടികളും ഡിപ്രഷനിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് BPD ആണ് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ എന്താ, നല്ല തല്ല് കിട്ടാനിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ എല്ലാം അധികമായിട്ടാണ്, എല്ലാം കൊടുക്കണത് അധികമായിട്ടാണ് എന്നൊക്കെ പറയുന്ന രീതിയുണ്ട്. അവരുടെ ഫീലിങ്സ് വാലിഡേറ്റ് ചെയ്യാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. പല കുട്ടികളും ആൻസൈറ്റി വരുമ്പോ അത് വാലിഡേറ്റ് ചെയ്യില്ല പാരന്റ്സ്. അപ്പൊ അങ്ങനെയുള്ളിടത്തൊക്കെ മൈൻഡ്ഫുൾ ലിസണിങ് പ്രാക്ടീസ് ചെയ്യിക്കണം. അവരുടെ ഫീലിങ്സ് വാലിഡേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ്. എന്നിട്ട് അവസാനം കുട്ടികളൊക്കെ പോയിട്ട് പലപ്പോഴും കാണുന്നതാണ്, കുട്ടികൾ പോയി വല്ല സൂയിസൈഡ് അറ്റംപ്റ്റോ സൂയിസൈഡൽ ഇതിലൊക്കെ എത്തുമ്പോഴാണ്
പാരന്റ്സ് അതിന് പ്രാധാന്യം കൊടുക്കുക. അത് നേരത്തെ പ്രാക്ടീസ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്കത് വരും. രണ്ടു വട്ടം സെയിം എഴുതിയിട്ടുണ്ട്. ബോഡി സ്കാൻ ടെക്നിക് ഇതുവരെ ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അല്ലെ? ഇല്ല ഇല്ല. ഓക്കെ, ഒരു മിനിറ്റ്. ബോഡി സ്കാൻ ടെക്നിക് ആണ്. ബോഡി സ്കാൻ ടെക്നിക് ബോഡി സ്കാൻ മെഡിറ്റേഷൻ ആണ്. മെഡിറ്റേഷൻ ടെക്നിക് ആണ്. ഒരു 10 to 15 മിനിറ്റ്സ് ഒക്കെ എടുക്കുന്ന ഡീപ്പ് ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ആണ് ബോഡി സ്കാൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഫിസിക്കൽ സെൻസേഷൻസിനൊക്കെയുള്ള ഒരു ഗൈഡഡ് എന്ന് പറഞ്ഞാൽ ഒരു വോയിസ് ഉണ്ടാവും, അതിനനുസരിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് വരുന്നത്. അപ്പൊ ഇത് ഡെയിലി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇവർക്ക് കൊടുക്കുന്ന ഹോംവർക്കിൽ നമുക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബോഡി സ്കാൻ മെഡിറ്റേഷൻ. ട്രോമ, ആൻസൈറ്റി, ഇമോഷണൽ ഇഷ്യൂസ് ഉള്ള ആളുകളിലൊക്കെ ബോഡി സ്കാൻ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത വീഡിയോ കിട്ടും. ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് ബോഡി സ്കാൻ. മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടോപ്പ് ടു ഹെഡ് ഫോക്കസ് ചെയ്യണം. എവിടെയെങ്കിലും ഒരു ചെയറിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക, കാല് നിലത്ത് ടച്ച് ചെയ്തിട്ട് ഇരിക്കണം. അതല്ലെങ്കിൽ കിടക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. നമ്മൾ യോഗയിലൊക്കെ ശവാസനം എന്ന് പറഞ്ഞിട്ട് കിടന്നിട്ട് ചെയ്യും, പക്ഷെ അത് ഹെഡ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, ഇത് ടോന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. ആദ്യം നമ്മുടെ കാൽവിരലുകള് നമ്മൾ ബ്രീത്ത് എടുക്കും, ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ. അതിനൊപ്പം ഇപ്പുറത്ത് തെറാപ്പിസ്റ്റ് പറയുന്നുണ്ടാവും ആദ്യം നമ്മുടെ JPMR ഒക്കെ പോലെ ഇങ്ങനെ കാലിലെ മസിൽസ് പതുക്കെ റിലാക്സ്ഡ് ആവുകയാണ്. ദെൻ തൈസ്, ദെൻ നമ്മുടെ ഹിപ്സ്, നമ്മുടെ വയറ്, അബ്ഡോമൻസ്, ആ കാര്യങ്ങള്, ലങ്സ്, ഹാർട്ട്, നെക്ക്, ഷോൾഡേഴ്സ്, ഫേസ്, ഐസ്, ഹെഡ്, കംപ്ലീറ്റ് ഹെഡ്. അപ്പൊ ഹെഡ് ടു ടോ നിങ്ങൾ റിലാക്സ്ഡ് ആവാൻ ഈ ഒരു പ്രോസസ്സാണ്. അപ്പൊ അത് ഇങ്ങനെ ഒറ്റയ്ക്ക് സ്പീഡിലല്ല പറഞ്ഞപ്പോ ഓരോ ബ്രീത്ത് എടുക്കും, ഇൻഹെയിൽ ചെയ്യും, എക്സെയിൽ ചെയ്യുന്നതിന്റെ ഒപ്പം തെറാപ്പിസ്റ്റ് പറയുന്നുണ്ടാവും ഓരോ ഭാഗത്തും നിങ്ങളുടെ കാൽവിരലുകൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കാൽവിരലിലെ മസിൽസിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാ, ഇമാജിൻ ചെയ്യുക നിങ്ങളുടെ കാൽവിരലുകൾ പതുക്കെ പതിയെ റിലാക്സ്ഡ് ആവുന്നുണ്ട്. നിങ്ങളുടെ കാൽപാദം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കാൽപാദം എന്താവുന്നുണ്ട്, അവിടുത്തെ മസിൽസ് പതിയെ റിലാക്സ്ഡ് ആവുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞ് അവര് ഫീൽ ചെയ്യും. അങ്ങനെ അവർ ബ്രീത്ത് എടുക്കുന്നതിലും ശ്രദ്ധിക്കണം, അതോടൊപ്പം അവർ ഇമാജിൻ ചെയ്യാനും ശ്രമിക്കണം. അവരുടെ ബോഡിയിലെ ഓരോ ഫിസിക്കൽ സെൻസേഷനും അവർ അവെയർ ആവും. അങ്ങനെ ഹെഡ് ടു ടോ അവര് റിലാക്സ്ഡ് ആവും. സമയം എടുക്കും ഇത് ചെയ്തു വരാൻ. 10 to 15 മിനിറ്റ്സ് എന്തായാലും എടുക്കും. നമ്മൾ ഒരു 50 മിനിറ്റ്സ് എടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വളരെ സ്ലോ ആയിട്ട് ചെയ്യണം. സ്പീഡിൽ ധൃതി പിടിച്ച് ചെയ്തിട്ട് കാര്യമില്ല. നന്നായി ഡീപ് ബ്രെത്ത് എടുത്ത് വിട്ടുകൊണ്ട് തന്നെ നമ്മളിത് ചെയ്യണം, സ്ലോ ആയിട്ട്. ഓക്കെ. അപ്പോ ചില ആൾക്കാർക്ക് സ്ട്രെസ് ഫീൽ ചെയ്യും. അതായത് നമ്മുടെ ബോഡിയിൽ ചില ഭാഗത്ത് ഭയങ്കര ടെൻഷൻ ഫീൽ ചെയ്ത് ചെയ്യുന്ന സമയത്ത് അവരുടെ സ്ട്രെസ് പോയിന്റ്സ് ഒക്കെ മനസ്സിലാവും. സ്ട്രെസ് വരുമ്പോൾ ചിലർ പറയില്ലേ ഇവിടെ പെയിൻ ഉണ്ട്, അവിടെ പെയിൻ ഉണ്ട്, അതൊക്കെ മനസ്സിലാവും. എനിക്കൊരു ക്ലയന്റ് ഉണ്ടാകും, ഡിപ്രഷൻ ആണ് കേട്ടോ, സിവിയർ ഡിപ്രഷൻ ആയി. ഏകദേശം മെഡിക്കേഷൻ എടുക്കാൻ പറഞ്ഞ് ഞാൻ റെഫർ ചെയ്ത് വിട്ടു. 1-2 സെഷനൊക്കെ ഞാൻ നോക്കി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് മോഡറേറ്റ് കടന്നു പോയി, സൂയിസൈഡൽ ടെൻഡൻസീസ് ഒക്കെ വരാൻ തുടങ്ങി. സോ അവള് എന്നോട് സംസാരിക്കുന്ന സമയത്ത്, അവളെന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, എനിക്ക് പരിചയമുള്ള ഒരാളായിരുന്നു, അടുപ്പം കൊണ്ട് തന്നെ പറഞ്ഞാണ്. പുള്ളിക്കാരിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവളിങ്ങനെ സംസാരിക്കുന്ന സമയത്തെല്ലാം ഇങ്ങനെ കൈകൊണ്ടു, ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ കൈവയ്ക്കും. അപ്പൊ ഞാൻ ചോദിച്ചു എന്തേ കഴുത്ത് വേദന എടുക്കുന്നുണ്ടോ എനിക്ക് ചോദിച്ചു. അപ്പൊ പറഞ്ഞ അറിയില്ല, ഞാൻ എപ്പോഴും നോട്ട് ചെയ്തത് എനിക്ക് ടെൻഷൻ വരുന്ന സമയത്തൊക്കെ എനിക്ക് ഇവിടെ ഒരു പെയിൻ വരും. ഡോക്ടറൊക്കെ കണ്ടു, സ്കാനിങ് ചെയ്തു, പ്രശ്നമൊന്നുമില്ല, മെഡിസിൻ എടുത്തു, ആ വേദന മാറി. പക്ഷെ വീണ്ടും സ്ട്രെസ് വന്നാൽ മാത്രമാണ് എനിക്ക്, അവള് ഭയങ്കര അവസ്ഥയായിട്ട് കരഞ്ഞ് പറയുമ്പോഴാണ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറയുന്നത്. കാരണം ആ കരയുന്ന സമയത്ത് ഇമോഷണൽ ഇഷ്യൂ വരുന്ന സമയത്ത് ഈ ഒരു ഷോൾഡറിന്റെ ഈ സൈഡിൽ ഭയങ്കര പെയിൻ. അപ്പൊ ചിലർക്ക് സ്ട്രെസ് പോയിന്റ്സ് ഉണ്ടാവും. അത് പെയിൻ നമ്മൾ പെയിൻ ഡിസോർഡർ എന്നുള്ള കണ്ടീഷനിലോട്ടൊക്കെ പോകും. അപ്പൊ ബോഡി സ്കാൻ ചെയ്യുമ്പോൾ ചിലർക്ക് ചില ഭാഗത്ത് സ്ട്രെസ് ഫീൽ ചെയ്യും, ബുദ്ധിമുട്ടുണ്ടാവും. ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ പറയരുത്. അപ്പൊ അവർക്കത് ഒരു സഫോക്കേഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ബോഡി സ്കാൻ സ്റ്റോപ്പ് ചെയ്യാം. അല്ലാത്ത പക്ഷം റിപ്പീറ്റ് ആദ്യം ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, അത് നോർമലാണ്. പക്ഷെ നമ്മളൊരു 1 വീക്ക് പ്രാക്ടീസ് ചെയ്തിട്ടും ഭയങ്കര സഫോക്കേഷൻ ആണ് ചില ആളുകൾക്കെങ്കിൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. അല്ലാത്തവർക്കൊക്കെ ബോഡി സ്കാൻ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. പ്രത്യേകിച്ചും ആൻസൈറ്റി, ഡിപ്രഷൻ, ട്രോമ ഉള്ള ആളുകൾക്കൊക്കെ ബോഡി സ്കാൻ ബെറ്റർ ആയിരിക്കും. ക്ലിയർ ആണല്ലോ അല്ലെ?
ഇത് ചെയ്ത അതിന്റെ എൻഡിൽ വരുമ്പോഴും ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയില്ലേ? ഉറക്കം വരാനായിട്ട് ഇത് രാത്രി ചെയ്യാൻ പറയും. നോർമലി ആണെങ്കിൽ നമ്മൾ പറയും പതിയെ നിങ്ങളുടെ അവയർനെസ് നിങ്ങളുടെ എൻവയോൺമെന്റിലോട്ട് കൊണ്ടുവരിക, അവിടെ ഇതിലോട്ട് വരിക. നമ്മുടെ വോയിസ് ഒരു ശ്രദ്ധിക്കണ്ടല്ലോ, ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കേൾക്കുന്ന പോലെ ഉണ്ടാവും. വോയിസ് ലോയായി വരുന്ന പോലെ ഫീൽ ചെയ്യും. അതൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ യോഗ പ്രാക്ടീസ് ചെയ്യാൻ പോയ സമയത്ത് യോഗയുടെ ക്ലാസ്സിലെ മാസ്റ്റർ അവിടെ പറയുന്ന സമയത്ത് നമ്മളൊക്കെ കിടക്കണല്ലോ. അപ്പൊ പുള്ളി ഇങ്ങനെ പറയും പതുക്കെ എൻവയോൺമെന്റിലേക്ക് തിരിച്ചു വരിക, കിളികളുടെ ശബ്ദം ശ്രദ്ധിക്കുക, എന്റെ ശബ്ദത്തിലേക്ക് തിരിച്ചു വരിക, പതിയെ പതിയെ കണ്ണു തുറക്കുക. അതെ, നമ്മളിങ്ങനെ കണ്ണിങ്ങനെ തുറക്കുമ്പോ കണ്ണ് തുറക്കാൻ പറ്റില്ല, സ്ട്രെയിൻ ഉണ്ടാവും നമുക്ക് കുറച്ച്. നമ്മൾ ശരിക്കും ഓൾമോസ്റ്റ് ഒരു സബ് കോൺഷ്യസ് സിറ്റുവേഷനിലോട്ട് പോയിട്ടുണ്ടാവും ഇത് കഴിയുമ്പോൾ. അവിടെ നിന്നാണ് നമ്മൾ പതിയെ തുറന്നു വരിക. അന്ന് യോഗ ക്ലാസ്സിൽ ഒരു ചേച്ചി സുഖമായിട്ട് ഉറങ്ങി. പുള്ളിക്കാരെ തട്ടി വിളിക്കേണ്ടി വന്നു. ആൾ ഉറങ്ങിപ്പോയി. എന്നുവെച്ചാൽ ഞാൻ റിലാക്സ്ഡ് ആയതുകൊണ്ടായിരിക്കും ഞാൻ ഫുള്ള് ഉറങ്ങിപ്പോയി. പക്ഷെ ആള് ലാസ്റ്റ് മൊമെന്റ് തിരിച്ചു വരുന്ന ആൾക്ക് പറ്റുന്നില്ല. ആള് നൈസായിട്ട് ഓൾമോസ്റ്റ് അർത്ഥമായിട്ട് മയങ്ങാന്ന് പറയില്ലേ, മയങ്ങുന്ന ഒരു കണ്ടീഷനിലോട്ട് പോയി. ചിലപ്പോ സംഭവിക്കാം. പക്ഷെ നമ്മളത് ഡെയിലി നമ്മൾ എന്താ പറയാ, നമ്മളൊരു വോയിസ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തെറാപ്പിസ്റ്റിന്റെ ഫ്രണ്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തായാലും ബോധത്തിലേക്ക് തിരിച്ചു വരും. ഒറ്റയ്ക്കാണ് പ്രാക്ടീസ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ കുറെ കൂടി നൈറ്റ് പ്രാക്ടീസ് ചെയ്യാൻ പറയും. ഉറക്കില്ലായ്മയൊക്കെ ഉണ്ടല്ലോ, അവരോട് ഇത് നൈറ്റ് പ്രാക്ടീസ് ചെയ്യാൻ പറയും. അപ്പൊ നൈറ്റ് അങ്ങനെ ഉറങ്ങിപ്പോയാലും കൂടുതലും നൈറ്റാ പ്രാക്ടീസ് ചെയ്യാൻ പറയാറ്. കാരണം ഇത് കഴിഞ്ഞ് അവർ ഉറങ്ങിപ്പോകണമെങ്കിൽ അത്രയും നല്ലത്. ചില ആൾക്കാർക്ക് വർക്കാവും. ഉറക്കില്ലാത്ത ആളുകൾക്ക് ബോഡി സ്കാൻ ചെയ്തിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ അവരങ്ങനെ ഉറങ്ങിപ്പോവാറുണ്ട്. ചിലപ്പോ ഫുൾ റിലാക്സ്ഡ് ആവില്ല, അപ്പോഴേക്കും അവർ അതേ ഉറക്കത്തിലേക്ക് വീണിട്ടുണ്ടാവും. ആ ഒരു പ്രോസസ്സ് പകുതി ആകുമ്പോൾ തന്നെ അവർ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ രാവിലെ വോയിസ് അയച്ചു കൊടുക്കുക ചെയ്യുക. വോയിസ് കഴിയുമ്പോൾ ആ വോയിസ് ഓട്ടോമാറ്റിക്കലി നിന്നോളുമല്ലോ. രാവിലെ യോഗ ചെയ്തതിന് ശേഷം ഇത് ചെയ്യുമ്പോഴേ എനിക്ക് ഇതേപോലെ അനുഭവപ്പെട്ടിട്ടുണ്ട് ഉറക്കം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഉറക്കം ഫീൽ ചെയ്യും. യെസ്, യോഗ ചെയ്തിട്ട് ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു ഉറക്കം ഫീൽ ചെയ്യും. പക്ഷെ നമ്മളൊന്ന് എഴുന്നേറ്റ് ഒന്ന് പോയി ഒന്ന് ഫേസ് ഒക്കെ കഴുകി വരുമ്പോഴേക്കും അത് നോർമൽ ആയിക്കോളും. പക്ഷെ ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ ബോഡിയിലെ നെർവസ് സിസ്റ്റം ഫുള്ള് റിലാക്സ് ആവുന്നതുകൊണ്ട് അത് നമ്മൾ പറയില്ലേ, ബോഡി റിലാക്സ്ഡ് ആകുമ്പോൾ അതിനനുസരിച്ച് ഹോർമോൺസ് എല്ലാം വരും. അപ്പൊ നമ്മുടെ ബോഡി കംപ്ലീറ്റ് റിലാക്സ്ഡ് ആവുന്ന സ്റ്റേറ്റ് ആണ് നമ്മൾ ഉറങ്ങുന്ന സ്റ്റേറ്റ്. നമ്മുടെ ബോഡി റിലാക്സ്ഡ് ആയി നമ്മൾ പതിയെ ഒരു ഉറക്കക്ഷീണമൊക്കെ ഫീൽ ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് പോയിട്ട് ഒന്ന് ഫേസ് ഒക്കെ കഴുകി അത് ഫ്രഷ് ആവുന്നതേക്കും സ്വാഭാവികമാണ്, സംഭവിക്കാം. അത് യോഗ ചെയ്താലും മെഡിറ്റേഷൻ ചെയ്താലും എല്ലാം ഒരു സ്ലീപ്പി ഫീൽ വരും. കറക്റ്റായിട്ട് നമ്മളെ അഫക്ട് ചെയ്ത് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇമ്പാക്ട് ചെയ്ത് തുടങ്ങുമ്പോൾ. ഓക്കെ. ഓക്കെ, ഇത് വരുന്നത് കമ്പാഷൻ മെഡിറ്റേഷൻ ആണ്. നമ്മൾ കുറച്ച് ഒരു ഫിലോസഫിക്കൽ ഒക്കെ പറയുന്ന ഒരു അപ്രോച്ചാണ് കമ്പാഷൻ മെഡിറ്റേഷൻ. മെറ്റാ പ്രാക്ടീസ് എന്ന് പറയും, ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ. കമ്പാഷൻ മെഡിറ്റേഷനിൽ വരുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്ങും ലവിങ് കൈൻഡ്നസ് മെറ്റാ പ്രാക്ടീസും ഒക്കെ. കേട്ടിട്ടുണ്ടാവാം ചിലപ്പോ. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. മെറ്റാ പ്രാക്ടീസ് ഒന്നുമില്ല. ഇവിടെ എൻട്രി അടിക്കാൻ വിട്ടുപോയതാണ്. എംപതി, അതേപോലെ തന്നെ നമ്മുടെ ഉള്ളൊരു റിസന്റ്മെന്റ് ഒക്കെ കുറയ്ക്കാനായിട്ടും ഒക്കെ സഹായിക്കും. എമ്പതി കൂട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. എന്താ പറയാ, ഒരു സ്ട്രെയിൻഡ് റിലേഷൻഷിപ്പ് ആണ്. ഒരു എന്താ പറയാ, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ അവർക്കിടയിലുള്ള ഇഷ്യൂസും കോൺഫ്ലിക്റ്റുകളൊക്കെ കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. ഇതാണ് കേട്ടോ മെറ്റ. ഇതൊരു ബുദ്ധിസ്റ്റ് പ്രാക്ടീസ് ആണ്. ആ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. ബുദ്ധിസ്റ്റ് സൈക്കോളജി അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് ഫിലോസഫിയിലൊക്കെ വരുന്ന ഒരു കാര്യമാണ് ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ മെറ്റാ പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇതില് ആ സെന്റൻസ് എനിക്ക് മുഖ്യം അറിയാം. പിന്നെ മലയാളത്തിലും പറയാം, ഇംഗ്ലീഷിലും പറയാം. നമ്മൾ എന്താണ് എന്റെ ലൈഫിൽ നമ്മൾ പറയില്ലേ, ലൈഫിൽ സന്തോഷം, സമാധാനം, ഞാൻ എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കും, കാമായിട്ടിരിക്കും, ഈ സഫറിങ്സിനൊക്കെ ഒരു എൻഡ് ഉണ്ടാവും, ഞാനൊരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫായിരിക്കും എനിക്ക് ഉണ്ടാവുന്നത്. എന്നെ മാത്രമല്ല കൂടെയുള്ളവർക്കും മറ്റുള്ളവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അവരും ഹെൽത്തി ആയിട്ട് കണക്റ്റഡ് ആയിട്ട് കാമായിട്ട് സഫറിങ്സ് ഒന്നും ഇല്ലാതെ പീസിലോട്ട് ജീവിക്കും. ഇതിങ്ങനെ ജസ്റ്റ് സ്വയം ഒരു സെൽഫ് അഫർമേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെയല്ല, ആ ഒരു രീതിയിൽ നമ്മൾ പറയുന്നതാണ്. മെയിനായിട്ടും നമ്മളും ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മുടെ ചുറ്റുമുള്ളവരായിട്ടും കണക്റ്റഡും ഹാപ്പി ആയിട്ട് പീസ്ഫുൾ ആയിട്ട് ഇരിക്കുക എന്നുള്ള കാര്യം ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ പറയുന്ന ഒരു മെഡിറ്റേഷൻ ആണ്. അപ്പൊ നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് ഈ കാര്യം മനസ്സിലാലോചിക്കുക, പതിയെ ബ്രീത്ത് എടുത്ത് വിട്ട് ഈ കാര്യം മനസ്സിലാലോചിക്കുക അല്ലെങ്കിൽ പതുക്കെ പറയുക എന്നുള്ളതാണ് മെറ്റാ പ്രാക്ടീസ്, മെറ്റാ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത ഒരു എംപതി, കമ്പാഷൻ ഒക്കെ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന കാര്യമാണ്. ദാറ്റ് ഈസ് ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ അഥവാ മെറ്റാ മെഡിറ്റേഷൻ. Then gratitude.
ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യിക്കാം. എപ്പോഴും ഒരു ഫാമിലിയിൽ ചെയ്യാത്ത കാര്യമാണ് അല്ലെ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക എന്നുള്ളത്. ഇപ്പൊ ഇന്നലെ എന്റെ സെന്ററിൽ എന്റെ ഒരു സ്റ്റുഡന്റ്, എനിക്ക് ഫാന് മറ്റേ വാൾ ഫാൻ ആണ്, ഈ ഹൈറ്റ് അത്ര ഇല്ല. അപ്പൊ എനിക്ക് ആ വാൾ ഫാൻ അവരാണെങ്കിൽ ഒരു കൊമ്പത്ത് കൊണ്ട് വെച്ചോലെ എന്റെ കൈ എത്തില്ല അതിങ്ങനെ ഓഫ് ചെയ്യാൻ, മറ്റേ അതിൽ വലിക്കുന്ന സാധനം കേടുവാണ്. എന്റെ സ്റ്റുഡൻസ് ആണ് അത് എന്നും ഓഫ് ആക്കിയിട്ട് പോവാ വാൾ ഫാനൊക്കെ. അപ്പൊ ഞാൻ അവരോട് എപ്പോഴും അവർ ചെയ്ത് കഴിഞ്ഞ ഒരു താങ്ക്സ് പറയാറുണ്ട്. എനിക്കത് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ പറയാതിരിക്കാം. പക്ഷെ നമ്മൾ എപ്പോഴും ഒരാൾ എന്തെങ്കിലും ചെയ്തു തരുമ്പോ ഒരു താങ്ക്സ് പറയുന്നത് നല്ലതാണ്. അത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, ഇത് പുറത്തൊരു കേസാണ്. ഇപ്പൊ അവൻ കുട്ടിയാണല്ലോ, അപ്പൊ എനിക്കതപ്പോ പറയേണ്ട കാര്യം, അവന്റെ സ്റ്റുഡന്റ് അല്ലേ, അവന്റെ റെസ്പോൺസിബിലിറ്റി ആയിക്കോട്ടെ എന്ന് വേണമെങ്കിൽ എനിക്ക് എടുക്കാം. പക്ഷെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ ഇതിപ്പോ ഞാൻ പറഞ്ഞിട്ടൊന്നല്ല കേട്ടോ അവര് ചെയ്യുന്നത്. ഞാൻ സാധാരണ ഒരു വല്ല ബെഞ്ച് വലിച്ചിട്ടിട്ട് ഓഫ് ആക്കുക എങ്ങനെയൊക്കെയാണ് ചെയ്യുക. അത് കണ്ടതിന് ശേഷം അവരായിട്ട് ചെയ്യുന്നതാണ്. അവരിലെ ഒന്ന് രണ്ട് പിള്ളേര് സ്വയം അവരെന്നും പോകുമ്പോൾ ജനലൊക്കെ അടച്ച്, എന്റെ കൂടെ ജനലൊക്കെ അടച്ച് അത് ഓഫ് ചെയ്തിട്ടാണ് അവർ പോവുക. ഞാൻ പറഞ്ഞിട്ട് പോലും ചെയ്യുന്നതല്ല. അപ്പൊ നമ്മൾ ആ കാര്യം അപ്രീഷിയേറ്റ് ചെയ്യണം അല്ലെ. കാരണം അവര് സ്വയം അറിഞ്ഞ് ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്താലേ ആ ബിഹേവിയർ അവിടെ നിലനിൽക്കും. അത് കുട്ടികളുടെ കേസ്. അതേപോലെ തന്നെയാണ് മുതിർന്നവരുടെ കേസിലാണെങ്കിലും അതെ, നമുക്ക് ഒരാൾ ഒരു കാര്യം ചെയ്തു തരുമ്പോ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു താങ്ക്സ് പറയുക, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പോഴൊരു പോസിറ്റീവ് ഇമോഷൻ ഉണ്ടാവുള്ളൂ. അതിപ്പോ ഡിപ്രഷനിലും കോൺഫ്ലിക്റ്റിലും പോകുന്ന എല്ലാ ഫാമിലിയിലും വേണ്ട, നോർമൽ ആയിട്ടുള്ള ഏതൊരു ഫാമിലിയിലും വേണ്ട കാര്യമാണ് അപ്രീഷിയേറ്റ് ചെയ്യുക. ഒരാളൊരു വീട്ടില് എന്തോരം എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ വൈഫ് ജോലിക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നില്ല എങ്കിലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വീട്ടിൽ ഓരോരോ റോൾസ് ഉണ്ട്. അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. സോ അതിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുക. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, അത് വിടണ്ട, നമ്മളെ വിട്ടുകളയേണ്ട കാര്യം ഉണ്ട് എന്ന് വിചാരിക്കരുത്. അതിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാന്നുള്ളത് പ്രാക്ടീസിലോട്ട് കൊണ്ടുവരും. നല്ലൊരു ഡ്രസ്സ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലത് പറയാം. കുട്ടികൾ ഒരു കാര്യം നല്ല ചെയ്യുന്നത് കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അവനത് ചെയ്തിട്ട് പോണു അല്ലെങ്കിൽ അവരത് ചെയ്തിട്ട് പോണു, ഞാനത് അപ്രീഷിയേറ്റ് ചെയ്താൽ മാത്രമേ അവർ അത് അടുത്ത പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അവർ വേറൊരു അടുത്ത് പോകുമ്പോഴും അത് അവരുടെ ഒരു ബിഹേവിയറിലോട്ട് വരുന്നത് ആ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു അപ്രീസിയേഷൻ കിട്ടുമ്പോഴാണ്. പോസിറ്റീവ് ഇമോഷൻസ് എപ്പോഴും ബിൽഡ് ചെയ്യാൻ നോക്കുക ഫാമിലിക്കിടയിൽ. അത് തന്നെ കോൺഫ്ലിക്റ്റ് കുറയ്ക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വാക്ക് പറയാ എന്ന് പറയില്ലേ, നല്ല വാക്ക് പറയാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാല് ഒരു സെയിങ് ഉണ്ട്, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ കണ്ടാണ്, നല്ലത് പറഞ്ഞില്ലെങ്കിലും കുറ്റം പറയാതിരിക്കാൻ അറിയില്ലേ, അത്രയെങ്കിലും ചെയ്യാന്നുള്ളത്. ഇനി കുറ്റം പറയണ്ട, പകരം അതിന് അങ്ങനെ ഒന്നും പറയാതിരിക്കുന്നേക്കാളും ഒരു നല്ല വാക്ക് പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കും. അവർക്കൊരു ഇമോഷണൽ വാലിഡേഷനും ഒക്കെ കിട്ടും. പ്രത്യേകിച്ച് ഇപ്പൊ ഹൗസ് വൈഫായിട്ടിരിക്കുന്ന ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുക ഭയങ്കര ബോറിംഗ് പരിപാടിയാണ്. കുറച്ചു കാലം വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും നമുക്ക് ജോലി ഉണ്ടായിരുന്നു, ഇതും ചെയ്യണം, ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ടുള്ള കാര്യം. ജോലി ഇല്ലാത്ത ദിവസം തന്നെ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചാൽ നടക്കൂല. അപ്പൊ എന്താണ് വീട്ടിൽ ഇത്ര പണിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് റെസ്റ്റ് കിട്ടുന്നുണ്ട്, പക്ഷെ പണിയില്ല ചോദിച്ചാൽ പണിയുണ്ട്. അത്യാവശ്യം എഫേർട്ട് എടുക്കേണ്ട കാര്യമാണ്. നമ്മൾ ഒരു ദിവസം 2 ദിവസം ചെയ്യുമ്പോഴല്ല, നമ്മൾ കണ്ടിന്യൂസ് കുറെ നാള് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ബോർഡം അല്ലെങ്കിൽ ഒരു നമുക്കൊരു വിലയില്ലാത്ത പോലത്തെ ഒരു ഫീല് വരും. ആ ഒരു സംഭവമൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴാണ് മാറാൻ പറ്റുള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങൾ, ഒരു ഫുഡ് ഉണ്ടാക്കിയത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ ഒരു സാധനം എടുത്തുകൊണ്ട് വരുമ്പോൾ താങ്ക് യു, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം അവർ ഉണ്ടാക്കി വെച്ചാൽ നീ ഇന്ന് എനിക്കിത് വേണ്ടി ഉണ്ടാക്കി എന്ന് പറയുന്നതും ഒക്കെ വലിയ കാര്യങ്ങളാണ്. നമുക്ക് കേൾക്കുമ്പോൾ വലിയ സംഭവം അല്ലെങ്കിൽ പോലും പ്രിസീഷന് വലിയ ഇമ്പോർട്ടൻസ്. ഇതേപോലെ തിരിച്ച് ഹസ്ബൻഡ് ചെയ്തു തരുന്ന കാര്യങ്ങൾക്ക് വലുതല്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇല്ല കുട്ടികൾ ചെയ്യുന്നത് ഞാൻ എപ്പോഴും ഹസ്ബൻഡ് വൈഫ് എടുത്ത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹസ്ബൻഡ് വൈഫിനെ കണ്ടിട്ടാണ്, അച്ഛനും അമ്മയും കണ്ടിട്ടാണ് മക്കള് അത് ഇമിറ്റേറ്റ് ചെയ്യുക. നമ്മൾ പറയില്ല, ഒബ്സർവേഷൻ ലേണിംഗ് ഉണ്ട് മക്കൾക്ക്. അപ്പൊ അവര് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് തന്നെയാണ് അത് റിപ്പീറ്റ് ചെയ്യും. അതേപോലെ അഡോളസൻസിൽ വരുമ്പോഴാണെങ്കിലും അതെ, നമ്മുടെ ഫേസിലുള്ള ആ ഒരു ഇമോഷൻ അതേപോലെ പിടിച്ചെടുത്തിട്ടാണ് അവർ റിയാക്ട് ചെയ്യുന്നത്. നിങ്ങൾ 100 തവണ അവരോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ 150 തവണ അവരെങ്കിലും ദേഷ്യപ്പെടും. കാരണം അവര് അതേ ഇമോഷൻ അതേ ലെവൽ എടുത്തിട്ട് നമ്മളോട് റെസ്പോണ്ട് ചെയ്യും. അപ്പോ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ആണെങ്കിലും കമ്മ്യൂണിക്കേഷനിലാണെങ്കിലും എല്ലാം ശ്രദ്ധിക്കേണ്ടത് കുട്ടികള് വീട്ടിലുണ്ടെങ്കിൽ പാരന്റ്സ് തന്നെയാണ്. അവർക്കിടയിലെ കമ്മ്യൂണിക്കേഷനും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ പ്രോപ്പർ ആണെങ്കിൽ കുട്ടികളും അതേപോലെ പഠിക്കും. അതേപോലെ ബാക്കി ഫാമിലി മെമ്പേഴ്സിന്റെ ഇടയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഇത് ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാം. ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്,
ഞാനൊക്കെ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പോഴും കേട്ടോ, എനിക്ക് എത്രയും വലുതായി, എന്റെ കല്യാണം കഴിഞ്ഞു ഇത്രയും കാലമായി, പക്ഷെ എന്റെ വീട്ടില് ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, എന്റെ മുത്തശ്ശനുണ്ടല്ലോ, ഞാൻ ലേറ്റ് ആയി എന്ന് കണ്ടു കഴിഞ്ഞാല് ആളെന്റെ ഈ ബോട്ടിൽ വെള്ളാക്കി തരും. അത് ബോട്ടിൽ എടുത്തില്ലേ, അല്ലെങ്കിൽ ഞാൻ പോകുന്ന സമയത്ത് എന്നെ ഓർമ്മിപ്പിക്കുന്നത്, ബോട്ടിൽ എടുത്തോ, ഫോൺ എടുത്തോ, കുട എടുത്തില്ലേ, മഴ വരുന്നുണ്ട്. സി അവര് നമ്മളിത് ചെയ്യുന്നുണ്ടാവും, പക്ഷെ അവരത് പറയുമ്പോ ഞാൻ ഇവര് എന്തിനാ അത് ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കണേ, ഞാൻ ചെയ്യില്ലേ എന്ന് ചോദിക്കുന്നതിന് ഓക്കെ എടുത്തു, അല്ലെങ്കിൽ ഞാൻ ചെയ്തു, എടുത്തോളാം, മുത്തശ്ശൻ പറഞ്ഞു നന്നായി എന്നൊക്കെ പറയുമ്പോ അവർക്ക് അത്രേ ഉള്ളൂ. അവർക്ക് അതാണ് ആ ലൈഫിൽ കിട്ടുന്ന ഒരു സന്തോഷം. അവര് വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അവര് ആ ഒന്നോ രണ്ടോ വാക്കായിരിക്കും അവർക്ക് കിട്ടുന്ന ഒരു അപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഏത് ജനറേഷനിലാണെങ്കിലും, ഇപ്പൊ എന്റെ വീട്ടിലൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നത്, അപ്രിസിയേഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എനിക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ലേ എന്ന്, പക്ഷെ അങ്ങനെ വിചാരിക്കാതിരിക്കുക. അത് കുറെ കോൺഫ്ലിക്റ്റുകൾ, കുറെ ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ഇത് പ്രാക്ടീസ് പറയുന്നത് മാത്രമല്ല കേട്ടോ, ജേർണലിംഗും എഴുതാം. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സ്വയം എഴുതുന്നത്, ഇത് പരസ്പരം എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. കണക്ഷൻ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്വയം എഴുതാം. നമ്മൾ ഒരു ഡേയിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള 3 കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങളൊന്നും വേണമെന്നില്ല. ഞാൻ പറയല്ലേ, ഞാൻ ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഇപ്പൊ 3 കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പറയും, ഇന്ന് രാവിലെ ഞാൻ വളരെ ലേറ്റ് ആയി, സെന്ററിലേക്ക് ഓടുന്ന സമയത്ത് ബോട്ടിലാണ് വെള്ളാക്കി തന്നത്. ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് ആ കാര്യത്തിന്. കാരണം ഇല്ലെങ്കിൽ ഞാൻ വെള്ളം ഇല്ലാതെ അവിടെ ആക്കി പോകും, പിന്നെ ദാഹിച്ച് വലഞ്ഞ് വല്ല പിള്ളേരുടെ നിന്ന് വെള്ളം വാങ്ങിച്ചെടുക്കേണ്ടി വരും. അപ്പോ ഇങ്ങനെ നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാവാം, അത് എഴുതി വെക്കാം. ഇത് എഴുതി വെക്കുമ്പോണ്ടല്ലോ നമ്മൾ ഭയങ്കര കാമാവും. ഒരു സമയത്ത് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി തോന്നിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് അത്. ആൻസൈറ്റി ആയാലും ഡിപ്രഷൻ അല്ലെങ്കിൽ നോർമൽ നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പൊ നമ്മൾ ഭയങ്കര കാമിയാണ്. നമ്മുടെ ലൈഫിൽ നല്ലത് എന്ന് പറയാനായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് തന്നെ ഫീൽ ചെയ്ത് തുടങ്ങും. നെഗറ്റീവ് തോട്ട്സ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ സൈക്കിൾ ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനത്തെ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ കുറെ കൂടി പോസിറ്റീവ് എക്സ്പീരിയൻസ് വരും. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും പറയണമെങ്കിലോ ഒക്കെ പറഞ്ഞോളൂ. എന്തെങ്കിലും കേസിന്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, നമുക്ക് ക്ലിയർ ചെയ്തിട്ട് എന്ത് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടോ? ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഫാമിലിയിലുള്ള ഇമ്പോർട്ടൻസിനേക്കാൾ കൂടുതൽ സൊസൈറ്റിയിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആണ്, ഉറപ്പായിട്ടും സൊസൈറ്റിയിൽ ആവശ്യമാണ്. ഓരോരുത്തരും ചെയ്ത കാര്യത്തിനാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക എന്നുള്ള ഇമ്പോർട്ടൻറ്റ്. ആരെന്ത് ചെയ്തു തന്നാലും, ഇപ്പൊ നമ്മളൊരു ബാങ്കിൽ പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഒരു പെണ്ണില്ല, വേറെ ഒരാളെ തരുന്ന വെച്ച് അപ്രീഷിയേറ്റ് ചെയ്യുക, ഒരു താങ്ക്സ് പറയുക. പെണ്ണ് വാങ്ങി എഴുതിട്ട് തിരിച്ചു കൊടുത്ത് അങ്ങനെ ചെയ്യരുത്. ഞാൻ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മൾ പെണ്ണ് മറന്നു, നമുക്കൊരു പെണ്ണെങ്കിലും തന്നില്ലേ. then നമുക്ക് വേണ്ടി എന്തോരം ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ന് ഓക്കെ മാം, രാവിലെ നമ്മള് നമസ്കാരം. പറഞ്ഞോളൂ. കുഴപ്പമില്ല മാം, പറഞ്ഞോളൂ, കുഴപ്പമില്ല. അല്ല, ഇപ്പൊ നമ്മള് ഇപ്പൊ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഇന്ന് രാവിലെ ഞങ്ങൾ പോകുന്ന സമയത്ത് റോഡ് ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മളിരുന്ന വേസ്റ്റ് ക്ലീൻ ചെയ്ത് അവരെ കാണുമ്പോൾ ഒന്ന് ചിരിച്ചാൽ മതി. അതും ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ്. നമ്മൾ കയറി പോകുമ്പോൾ അവർ അടിച്ചു വരാം, നമ്മൾ അവരോട് അയ്യോ നമ്മുടെ മേലേക്ക് ആ സൈഡിക്ക് അടിക്കുകയാണെന്നോ, അത് ആ ബിഹേവിയർ എടുക്കാതെ നമ്മൾ അവരെ ഒന്ന് നോക്കി ചോദിച്ചാൽ അവർക്കത് വലിയ സംഭവമാണ്. കാരണം നമ്മളുടെ വേസ്റ്റ് ആണ്, റോഡാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവരാണത് ക്ലീൻ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ട്. സോ എല്ലായിടത്തും നമുക്കത് എക്സ്പ്രസ് ചെയ്യാം. അത് വെർബലി വേണമെന്നില്ല. ഇതേപോലെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് നോൺ വെർബലി നമുക്ക് ഞങ്ങൾ രാവിലെ ജിമ്മിന് പോകുന്ന സമയത്ത് അവിടെ ക്ലീൻ ചെയ്യുന്ന ചേച്ചിമാർ അവിടെ താഴെ രാവിലെ ബസ് സ്റ്റാൻഡ് ഫുൾ അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്നവരാണ്. നമ്മൾ അവരെ കടന്ന് പാസ് ചെയ്യുമ്പോൾ അവരെ നമ്മളെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മളെ നോക്കി ചിരിച്ചാൽ അവർക്കത് വലിയ കാര്യമാണ്. സോ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് എല്ലായിടത്തും പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, എന്താ ചോദിക്കാൻ വന്നത്? മാം, പിന്നെ നമ്മുടെ ഈ ഫാമിലി സെഷൻ, അത് മീൻസ് ഫാമിലി കൗൺസിലിംഗിൽ നമുക്ക് ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഏതെങ്കിലും സെഷൻ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടോ? നമ്മള് ഫാമിലി തെറാപ്പിയുടെ ഒരു ക്ലാസ് വെക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ മാസം കുറെ ഷെഡ്യൂൾസ് ഉള്ളതുകൊണ്ട് ജനുവരിയിലോട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു ക്ലാസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ജനുവരിയിലോട്ടാണ് ഇപ്പൊ നമ്മള് നിലവില്. അതാണോ ചോദിച്ചത്? 5 days ആയിരിക്കും അല്ലേ അത്? 5 days, അല്ലെങ്കിൽ ആദ്യം ഒരു 5 days സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ഫാമിലി തെറാപ്പി 5 days നിൽക്കും എന്നുള്ളത് ഒരു കൺഫ്യൂഷനുള്ള കാര്യമാണ്. എന്നാലും നമുക്ക് ആദ്യം ഒരു 5 day വർക്ക്ഷോപ്പ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നാണ് ഇപ്പൊ പ്ലാൻ ഇട്ടിരിക്കുന്നത്. കാരണം ഫാമിലി കൗൺസിലിംഗ് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് പ്രോസസ്. അതായത് വിൻബിൾ ഇപ്പൊ കണ്ടക്ട് ചെയ്യുന്നത് ഓക്കെ, അല്ലാതെ നമുക്ക് പിന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്, അത് മീൻസ് ഒന്ന് ഇൻഡെപ്തിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അങ്ങനെ വേറെ എന്തെങ്കിലും സെഷൻ ഉണ്ടോ, വേറെ എന്തെങ്കിലും കോഴ്സുകളുണ്ടോ,
പിന്നെ ഓതന്റിക് ആയിട്ടുള്ള ബുക്സ് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുമോ? ഒതന്റിക് ആയിട്ട് ബുക്സ് നമുക്ക് റെഫർ ചെയ്യാം. നമുക്ക് ഇപ്പൊ ലൈബ്രറി മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ട്. ഡിസ്ട്രിക്ട് ലൈബ്രറി മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് ലൈബ്രറിയിൽ ആ സൈക്കോളജി സെക്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. നിങ്ങളുടെ നാട്ടിലെ ആ ലൈബ്രറിയിൽ, അതായത് ജില്ലാ ലൈബ്രറി കേട്ടോ, ലോക്കൽ ലൈബ്രറീസ് അല്ല, മെയിൻ ഉം, ആയിട്ട് ഉം, വലിയ ഉം, ലൈബ്രറി ഉണ്ടാവും ഓരോ ഡിസ്ട്രിക്റ്റിലും. ഇവിടെ പാലക്കാട് അത്യാവശ്യം നല്ല ഉം, ഉം, ലൈബ്രറിയാണ്, ഉം. കുഴപ്പമില്ല. അവിടെ അത്യാവശ്യം സൈക്കോളജി കുറച്ചൊക്കെ ബുക്കുകളുണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ പോയിട്ട് ഉം, ഉം, നോക്കാം. ബുക്കുകൾ ഉണ്ടെങ്കിൽ അവിടെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ സൈക്കോളജിയുടെ ബുക്കുകളുണ്ട്. പിന്നെ ചിലതൊക്കെ PDF ഒക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ബുക്കുകൾ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ഫാമിലി തെറാപ്പിയുടെ. അത് നമുക്ക് നോക്കാം. പിന്നെ ഒന്ന് പ്രാക്ടീസ് ആണ്. നിങ്ങൾക്ക് ആഹാ. എവിടെയെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിന്റെ കൂടെ ഫാമിലി തെറാപ്പിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെ ഒരു ആഹാ. സിറ്റുവേഷൻ കിട്ടുക, ഇന്റേൺഷിപ്പോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് നാട്ടിലുള്ള ഹോസ്പിറ്റലുകളൊന്നും അന്വേഷിച്ചാൽ മതി. അങ്ങനെ സെഷൻസ് കൊടുക്കുന്നുണ്ടോ, ഇന്റേൺഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു ഡീപ്പ് പ്രാക്ടീസിലോട്ട് വേണം എന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അതെ, അതിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റു സെഷൻസ് ആണ്, പക്ഷെ ഒന്ന് ഇതിലേക്ക് ഫോക്കസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് ഫാമിലി തെറാപ്പിയിൽ എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഫാമിലി ഉള്ളത്? തെറാപ്പിയിലോട്ട് അതെ, അതെ. വരുമ്പോഴേക്കും പിന്നെ ഇഗ്നോയിലുണ്ട് ഫാമിലി കൗൺസിലിംഗിന്റെ കോഴ്സ്, 1 year PG ഡിപ്ലോമ എന്തുണ്ട് അല്ല മാം, ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കോഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞു. പക്ഷെ ആ എനിക്കിപ്പം ഇത്തരത്തിൽ കുറച്ചുകൂടി എന്താ പറയണ്ടേ, വായിച്ച് അറിയുന്നതിനേക്കാൾ നല്ലത് ഇത്തരത്തിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതും അതുപോലെ എക്സ്പീരിയൻസ്. ഒരു കേസ് എങ്ങനെ. അതെ, അതെ. അതിനു അപ്പോ വേണ്ടിയായിരുന്നു. അതാണ് നമുക്ക് നേരിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം. പിന്നെ ഇപ്പൊ പറഞ്ഞില്ലേ നിങ്ങള് ഫാമിലി തെറാപ്പി ഇതേപോലെ എന്തായാലും 5 day സെഷനിൽ നമുക്ക് നിർത്താൻ പറ്റില്ല. 5 day കഴിഞ്ഞിട്ട് നമ്മളൊരു ഉം, ഉം. 1 month or 3 month എന്നുള്ള ലെവലിലോട്ട് വിചാരിക്കുന്നുണ്ട്. കാരണം ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആഹാ. ആണ് ഫാമിലി സിസ്റ്റം. കാരണം നമുക്ക് അവിടെ ഒരു ഡിസോർഡർ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ അല്ലല്ലോ വരുന്നത്. ഇപ്പൊ കപ്പിൾസിന്റെ പാരന്റിങ് അതെ, അതെ, ഇഷ്യൂസ്, അതെ. കുട്ടികളുടെ ഇഷ്യൂസ്, കാരണം ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും. കാരണം എല്ലാ തരത്തിലുള്ള ഇഷ്യൂസും അവിടെ ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് ഡീപ്പായിട്ട് തന്നെ ആഹാ. പോകേണ്ടി വരും. പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും 5 days ഇത് ജനുവരിയിലുണ്ട്. ബാക്കിയുള്ളത് അത് കഴിഞ്ഞിട്ട് ആണ് പ്ലാൻ ചെയ്തു വരുന്നത്. കൊച്ചിയിൽ എന്തായാലും ഒരു അത് സ്ഥാപനം നോക്കൂ. ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഏതോ കൊച്ചിയിൽ ഒരു സ്ഥാപനം ചെയ്യുന്നുണ്ട്, സോൾ ഫോർജ് എന്നുള്ള റോസ്മാരി ആന്റണി മാമിന്റെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതും 5 days ആണ്. പക്ഷെ 5 days ഇതെല്ലാം കവർ ചെയ്യുമോ എന്നുള്ളത് സംശയം യെസ് യെസ്, ഉണ്ടായിരുന്നു. 5 days നമ്മുടെ എല്ലാ 5 days സെഷനും ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബേസ് ഉണ്ടാക്കാന്നുള്ളതാണ്. ഇപ്പൊ പല ആൾക്കാർക്കും ഒരു ബേസ് ഉണ്ടാവില്ല, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടാവില്ല. നമ്മളൊരു തെറാപ്പി കേട്ടിട്ടുണ്ടാവും, പക്ഷെ ആ തെറാപ്പി എന്താണെന്ന് അറിയില്ല, ഇതിൽ എന്ത് ടെക്നിക്കാ വരാന്നറിയില്ല, ഇത് എവിടെ യൂസ് ചെയ്യാന്നറിയില്ല. അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവിടേക്കാണ് നമ്മൾ ഈ 5 day സെഷൻസ് ഉദ്ദേശിക്കുന്നത്. ഈ 5 day സെഷൻ എന്ന് പറഞ്ഞാൽ വെറും ബേസ് ആണ്. നിങ്ങൾക്ക് ഇതിന് മേലോട്ട് ബിൽഡ് ചെയ്തെടുക്കണം, ഒരു ഫൗണ്ടേഷൻ ഇട്ട് തരിക എന്നുള്ളതാണ് 5 day കോഴ്സിന് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അറിയാലോ സൈക്കോളജി എന്ന് പറഞ്ഞത്, ഇപ്പൊ ഞാൻ തന്നെ കോഴ്സും കഴിഞ്ഞ് ഒരു 2 years കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രാക്ടീസിലോട്ട് ഇറങ്ങുന്നത്. അപ്പൊ തന്നെ നമ്മൾ ആ ഒരു ടൈം എടുക്കുന്നുണ്ട്. കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്തൊക്കെ വന്ന് വരുമ്പോഴേക്കും ആ സമയം എടുക്കും. അതൊരിക്കലും നമുക്കൊരു 5 ഡേയുടെ ഉള്ളിലോ അല്ലെങ്കിൽ 10 ഡേയുടെ ഉള്ളിലോ ഒതുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷെ അത് ബേസ് ഉണ്ടാക്കി തരും. ഞാനും ഇതേപോലെ കുറെ വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്തിട്ട് തന്നെയാണ് അതിന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ അതാണ് നമുക്കൊരു ബേസ് തരും. വർക്ക്ഷോപ്സിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ബേസ് ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ കുറെയൊക്കെ നമ്മൾ നേരിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ മാം, ഓക്കെ, താങ്ക് യു. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ അല്ലെ? ഇതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ജസ്റ്റ് ഒരു ജനറൽ അവയർനെസ് ആണ് ഉദ്ദേശിച്ചത്. എന്താണ് ഫാമിലി തെറാപ്പി, ഇവിടെ മൈൻഡ്ഫുൾനെസ് എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാം, അതിനൊരു ഇമ്പാക്ട് ക്ലിയർ ആണല്ലോ അല്ലെ? യെസ്, യെസ്. മാം ഇതിന്റെ നോട്ട്സ് ഷെയർ ചെയ്യോ? ഷെയർ ചെയ്യട്ടോ. വിമ്പിളിന്റെ സൈസോണിൽ തന്നെ ഷെയർ ചെയ്യേ. റെക്കോർഡിങ്ങും അതേപോലെ നോട്ട്സും കൂടെ ഒന്നിച്ച് ഷെയർ ചെയ്യട്ടോ. ഓക്കെ, താങ്ക് യു മച്ച്. ഓക്കെ, മാം ഈ താങ്ക് യു. റെക്കോർഡിങ്സ് എത്ര നാളുണ്ടാവും മാം? അത് യൂട്യൂബിൽ ഇടാം, എപ്പോഴും ആക്സസ് ഉണ്ടാവും. യൂട്യൂബിൽ വിമ്പിളിന്റെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി, വിമ്പിളിന്ന് സെർച്ച് ചെയ്താൽ മതി, കാണാൻ പറ്റും. എനിക്ക് മിസ്സായാലും അവിടെ കിടക്കുന്നുണ്ടാവും. ഓക്കെ, താങ്ക് യു ആൾ. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഓക്കെ, ബൈ.